ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ത ഗുരും ഭജേ. ചൊല്ലിയ ശ്ലോകം 5. നഹി കശ്ചിത് ക്ഷണമപി നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠസ്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. ജാതു ക്ഷണമപി കശ്ചിത് അകർമ്മകൃത് നഹി തിഷ്ഠതി. ഒന്നാം ഭാഗം അതാണ്. ജാതു ക്ഷണമപി കശ്ചിത് അകർമ്മകൃത് നഹി തിഷ്ഠതി. അതില് കശ്ചിത് ജാതു സാർവകാലികമായി പറഞ്ഞ പദങ്ങളാണ്. ഒരിക്കലും സംശയം ഒട്ടും വരാതെ ഒരിക്കലും ക്ഷണമപി ഒരു നിമിഷം പോലും കേൾക്കാവല്ലോ. ലാസ്റ്റ് കേൾക്കാൻ മാറ്റി വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഓഫ് ചെയ്താൽ മതി. അവിടെയും ഓഫ് ചെയ്താൽ മതി. വെറുതെ അത് അതിലേക്ക് കറണ്ട് പോകുന്നു, അതിന് കേടുവരണ്ട. അപ്പൊ ജാതു ഒരിക്കലും, ഒരിക്കലും എന്ന് പറയുന്നത് കാലവാചിയായ ശബ്ദമാണ്. ക്ഷണമപി ക്ഷണനേരം പോലും ഒരുവനും കശ്ചിത് യാതൊരാളും അകർമ്മകൃത് നഹി തിഷ്ഠതി. അതില് അന്വയം എടുക്കുമ്പോ തിഷ്ഠതി ഹി എന്ന് ചേർത്ത് യോജിപ്പിക്കാം. സർവശാസ്ത്ര പ്രസിദ്ധിദ്യോതക ശബ്ദമായി ഹിയെ എടുത്താൽ, ഹിയെ എന്തുകൊണ്ടെന്ന് നാൽ എന്നെടുത്താൽ അർത്ഥം വേറൊരു രൂപത്തിൽ രണ്ടാം ഭാഗത്തിന് കിട്ടും. ഹിയെ ആദ്യത്തതിനോടുകൂടി യോജിപ്പിച്ചാൽ ഏത് ശാസ്ത്രത്തെ അവലംബിച്ച് അർജുന ഭാരതീയ വൈജ്ഞാനിക ദർശനത്തിന്റെ ശാസ്ത്ര വിദ്യയിൽ ഏതിനെ അവലംബിച്ച് ചിന്തിച്ചാലും ഒരു ക്ഷണനേരം പോലും ഒരാളും അകർമ്മകൃത് ആയി ഇരിക്കുന്നില്ല, കർമ്മം ചെയ്യാതിരിക്കുന്നില്ല എന്ന് വളരെ സ്പഷ്ടമാവുകയാണ്. ഇതാണ് ഒന്നാം ഭാഗം. അതിന്റെ രണ്ടാം ഭാഗം ഹി അവിടെ യോജിപ്പിച്ചാൽ എന്തുകൊണ്ടെന്നാൽ പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതിജങ്ങളായ പ്രകൃതിയെ സംബന്ധിക്കുന്നവയായ പ്രകൃതിജന്യങ്ങളായ പ്രകൃതിജൈഹി ഗുണൈഹി സർവ അവശഃ കർമ്മകാര്യതേ. കർമ്മം ഒരു സ്വതന്ത്ര കാര്യമല്ല. കർമ്മം ഒരു സ്വതന്ത്ര വ്യാപാരമല്ല. പ്രാണനിലയ്ക്ക് അവശ്യം വേണ്ട കർമ്മം ശ്വാസമാണ്. ശ്വാസ പ്രശ്വാസ
പ്രവർത്തനങ്ങൾ പോലും പൂർണ്ണമായും അസ്വതന്ത്രമാണ്. നിങ്ങൾ ശ്വാസം വിടുന്നു എന്ന് നിങ്ങളുടെ അറിവോ സമ്മതമോ നോക്കി ശ്വാസം വിടാനിരുന്നാൽ മരിച്ചു. നിങ്ങൾ ശ്വാസം എടുക്കുന്നത്, നിലനിർത്തുന്നത്, വിടുന്നത് നിങ്ങളുടെ യാതൊരു പങ്കുമില്ലാതാണ്. കുറച്ച് മണിക്കൂർ നേരത്തേക്ക് ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രാണായാമമെന്ന് പറഞ്ഞൊരു പ്രക്രിയയ്ക്ക് ബോധതലത്തിൽ പോയിരിക്കാം എന്നല്ലാതെ ആ ചെയ്യുന്ന ക്രിയ ഒരിക്കലും നിങ്ങൾക്ക് ബോധതലത്തിൽ കൊണ്ടുപോകാനാവില്ല എന്ന് പതഞ്ജലിക്ക് പോലും അറിയാം. പതഞ്ജലി അതുകൊണ്ട് ഇന്ന് യോഗ ശാസ്ത്രം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നതൊന്നും പറഞ്ഞിട്ടില്ല. അബോധതലത്തിൽ നടക്കുന്ന ഈ കർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പതഞ്ജലി ഇന്ന് യോഗശാസ്ത്രം എന്ന പേരിൽ ആളുകൾ പറയുന്നതൊന്നും പറഞ്ഞിട്ടില്ല. യോഗശാസ്ത്രത്തിന്റെ പരമാചാര്യൻ ശിവനാണ്. അദ്ദേഹം സനൽകുമാരനും സനന്ദനുമൊക്കെ ഉപദേശിച്ചു കൊടുത്തതാണ് ശുദ്ധമായ യോഗശാസ്ത്രം. ആ യോഗശാസ്ത്രത്തിൽ നിങ്ങൾ ഇന്ന് കാണുന്ന യാതൊരു യോഗാസന പ്രക്രിയകളുമില്ല. പ്രാണായാമം പതഞ്ജലി എന്ന് പറയുന്നത് പ്രച്ഛർദന വിധാരണാഭ്യാം വാ പ്രാണസ്യ എന്നല്ലാതെ ഒരു സൂത്രവും നിങ്ങൾക്ക് കൂടുതലായി ഇത്ര മാത്രയിൽ എടുക്കണമെന്നും ഇത്ര മാത്രയിൽ നിർത്തണമെന്നും ഇത്ര മാത്രയിൽ വിടണമെന്നും ഒന്നും പതഞ്ജലി പറഞ്ഞിട്ടില്ല. മാത്ര ഒരാൾ പഠിപ്പിച്ചു തന്നാൽ ആ മാത്ര അതേപോലെ നിലനിർത്തുവാൻ നിങ്ങൾ ഏത് അളവുകോലിനെ മാനദണ്ഡമായി സ്വീകരിക്കുമെന്ന ചോദ്യം ബാക്കിയുണ്ട്. മുമ്പിലൊരു സ്റ്റോപ്പ് വാച്ച് വെച്ച് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളിൽ പ്രകൃതിജങ്ങളായ ഗുണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം അതിനനുഗുണങ്ങളായ കർമ്മവ്യാപാരങ്ങൾ നിങ്ങളിൽ രൂപാന്തരപ്പെടുന്നിടത്തോളം ആ കർമ്മവ്യാപാരങ്ങൾ അത്രയും നിങ്ങളുടെ അറിവിനോ സമ്മതത്തിനോ കാത്തു നിൽക്കാത്തിടത്തോളം എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ നിയന്ത്രിക്കും? ആദ്യം താത്വിക ദശയിൽ അതിനുത്തരം കണ്ടെത്തുക, പിന്നെയാണല്ലോ പ്രായോഗിക ദശ. ഏത് പ്രായോഗികതയും പ്രായോഗികതയായിത്തീരുന്നത് അതിന് താത്വികമായ ഒരു ദർശന സവിശേഷത ലഭിക്കുമ്പോഴാണ്. അങ്ങനെയാണ് സത്യമെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളും എൻ്റെ കോശകോശാന്തരങ്ങളുടെ വ്യാപാരങ്ങളും ഒട്ടേറെ അബോധ പ്രക്രിയകളുടെ തലങ്ങളിലാണെങ്കിൽ അവ എന്റെ അറിവിന് കാത്തു നിൽക്കാത്ത പ്രകൃതിജ ഗുണങ്ങളുടെ നിലയിലാണെങ്കിൽ, പ്രകൃതിജ ഗുണങ്ങളാൽ അവശനായിട്ടാണ് ഞാനിതെല്ലാം ചെയ്തു കൂട്ടുന്നതെങ്കിൽ അവശത മാത്രമാണ് ശരീരിയായ ജീവന്റെ ധർമ്മമെങ്കിൽ, സ്വാതന്ത്ര്യമെന്നത് ശരീരിയായ ജീവന് മരീചിക മാത്രമാണെങ്കിൽ ചോദ്യം മനസ്സിലായില്ല. ആദ്യത്തെ ഭാഗം മനസ്സിലായിട്ട് രണ്ടാമത്തെ ഭാഗത്ത് ഫസ്റ്റ് പറഞ്ഞത് മനസ്സിലായെങ്കിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എന്നിൽ നിലകൊള്ളുന്ന പ്രകൃതിജങ്ങളായ ഗുണങ്ങളാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ, അതാണ് ട്രൂത്തെങ്കിൽ,
ആ പ്രകൃതിജ ഗുണങ്ങളുടെ അടിമ മാത്രമാണ് ഞാനെങ്കിൽ എന്റെ സ്വാതന്ത്ര്യത്തിന് എന്തർത്ഥമുണ്ട്? ഫസ്റ്റ് പാർട്ട്. അത് ആദ്യം ക്ലിയർ ആയാൽ പിന്നെ ഒരു ചോദ്യവും ബാക്കിയില്ല. പിന്നെ അന്വേഷണം പോകുന്നത് പ്രകൃതിജ ഗുണങ്ങളിലാണ്. പിന്നെ അതിനെയാണ് പഠിക്കേണ്ടി വരിക. മനുഷ്യൻ പ്രകൃതിജ ഗുണങ്ങളാൽ അസ്വതന്ത്രനായിട്ടാണ് കർമ്മങ്ങളെ മുഴുവൻ ചെയ്യുന്നതെങ്കിൽ, അർജുനൻ പ്രകൃതിജ ഗുണങ്ങളുടെ അസ്വാതന്ത്ര്യത്തിലാണ് ഈ യുദ്ധക്കളത്തിലേക്ക് വന്നതെങ്കിൽ, യുദ്ധം ചെയ്യുകയില്ല എന്ന ആദർശാത്മകമായ ഭൂമികയിൽ അർജുനന് നിൽക്കാൻ പറ്റുകയില്ല എന്നുള്ളത് മാത്രമാണ് കൃഷ്ണന്റെ വാദം. അർജുനൻ പണ്ഡിതനെ പോലെ പറയുന്ന ഈ വാക്കുകളൊന്നും അർജുനന്റെ ഈ അസ്വാതന്ത്ര്യം അർജുനന് വകവെച്ച് കൊടുക്കില്ല. കൊടുക്കുമായിരുന്നുവെങ്കിൽ 2-ാം അധ്യായത്തോടെ അർജുനൻ മോചനം നേടി പോകുമായിരുന്നു. 3-ാം അധ്യായത്തിന്റെ വർണ്ണന ആവശ്യം വരുമായിരുന്നില്ല. 2 ഭാഗങ്ങളാണ് അർജുനൻ ആദ്യം അവതരിപ്പിച്ചത്. ഒന്ന്, അർജുനൻ പാണ്ഡിത്യത്തിന് ചേർന്ന ത്യാഗം അവതരിപ്പിച്ചു. അത് അർജുനന്റെ പ്രകൃതിജ ഗുണങ്ങളുടെ വിളയാട്ടം കൊണ്ടുള്ള തീരുമാനമാണെങ്കിൽ ഉപദേശം ആവശ്യം വരുന്നില്ല. എപ്പോഴാണൊരു വ്യക്തി ഉപദേശത്തിന് സുഹൃത്തിനെയോ പരിചയക്കാരനെയോ ബന്ധുവിനെയോ അച്ഛനെയോ അമ്മയെയോ സമീപിക്കുന്നത്? അല്ല, ഉറപ്പുള്ളപ്പോൾ. എന്തുറപ്പുള്ളപ്പോൾ? ഇതെനിക്ക് ചെയ്തേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും ഇതിന്റെ ഭീകരതയുടെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കുവാൻ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന സങ്കല്പനവും വരുന്ന സമയത്ത് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളുടെ ഉത്തരവാദിത്വത്തിന്റെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ലോകം ഉപദേശത്തിന് സമീപിക്കുന്നത്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട. വരുമ്പോഴേ തന്നെ നീ ചെയ്യ്, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് കേൾക്കാതെ പറഞ്ഞാൽ അവനോളം സന്തുഷ്ടൻ വേറെയില്ല. പക്ഷേ ഉപദേശത്തിന് ചെല്ലുന്നവൻ അതിനേക്കാൾ കൂടുതൽ ആ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കില്ല, നിന്റെ തലയിൽ തന്നെ ഞാൻ വെച്ചു തരും എന്ന മട്ടിൽ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ രണ്ടുപേരും പിണങ്ങി പിരിയുകയല്ലാതെ ഉപദേശത്തിന് പ്രസക്തി ഉണ്ടാവില്ല. അച്ഛനോട് ഉപദേശം തേടാൻ ചെല്ലുന്ന മക്കൾ അച്ഛനത് അറിയില്ലാത്തത് കൊണ്ട് ഉപദേശിക്കാതിരുന്നാലും അച്ഛനതറിയാം, അതിന്റെ ഭവിഷ്യത്ത് മോശമായിരിക്കും, ആ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കുന്നില്ല, നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന അച്ഛനായാലും ആ അച്ഛനും മക്കളും തമ്മിൽ പിണങ്ങും. അപ്പൊ പിന്നെ ഉപദേശം തേടാൻ പോകുന്ന അറിയാൻ മേലാത്തപ്പോഴോ സംശയം തോന്നുമ്പോഴോ ആണെന്ന് പറഞ്ഞത് അല്ല, ഉറപ്പുള്ളപ്പോഴാണ്. കർമ്മരംഗങ്ങളിലെ എല്ലാ ഉപദേശങ്ങളും ഇത്രമാത്രമാണ്. അല്ലാതെ ഒരു ഉദാഹരണം ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് വിവരമുള്ളവർ കർമ്മത്തിന് ഉപദേശം കൊടുക്കാറില്ല. കർമ്മത്തിന് പിന്നിലെ ചോദനയെ ഉപദേശത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അതാണ് കൃഷ്ണനും ചെയ്തത്. കർമ്മം കൃഷ്ണന്റെ ചർച്ചയിൽ എവിടെയുമില്ല. കർമ്മം അസ്വതന്ത്രമായൊരു വ്യാപാരമാണെന്ന് ഉറപ്പിച്ച് കൃഷ്ണൻ പറയുന്നുമുണ്ട്. ശങ്കാരഹിതമായി അതിന്റെ ശ്ലോകമായത്. ഈ ശ്ലോകം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർജുന നീ യുദ്ധം ചെയ്യേ എന്ന കൃഷ്ണന്റെ വാക്കിനോ അർജുനന്റെ തീരുമാനത്തിനോ പ്രസക്തിയില്ല. ഈ ശ്ലോകം അതിന്റെ സൈദ്ധാന്തികതയെ നമുക്ക് പറഞ്ഞു തരുന്നുവെങ്കിൽ അർജുനൻ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മത്തിലും കൃഷ്ണന്റെ വാക്കിന് പ്രസക്തിയില്ല. ഇതാണ് ഹിന്ദുക്കൾ പഠിക്കാതെ പോയത്.
അർജുനൻ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളിലെല്ലാം കൃഷ്ണോപദേശത്തെ അവർ കണ്ടെത്തിയത് വൈകല്യമാണെന്ന് തിരിച്ചു പഠിപ്പിക്കുന്ന ശ്ലോകങ്ങളിൽ പ്രമുഖമാണ് ഈ ശ്ലോകം. നിന്റെ ഒരു കർമ്മത്തിലും നിനക്ക് പോലും പങ്കില്ല എന്നാ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. ഒന്ന് ശ്രദ്ധിച്ച് ആ വരികൾക്കിടയിൽ വായിക്കരുത്, വരികൾ വായിക്കുക. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഉടനെ പറയും സ്വാമികൾ വരികൾക്കിടയിൽ വായിച്ചു. ഇല്ല, നിങ്ങളാണ് വരികൾക്കിടയിൽ വായിച്ചത്. ഞാൻ വരികളിൽ നിന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആണ് മീനിങ്. ഒരു ക്ഷണനേരം പോലും ഒരാളും എന്ന് പറയുമ്പോൾ അർജുനൻ അതിൽ പെടില്ലേ? ഞാൻ പെടില്ലേ? നിങ്ങൾ പെടില്ലേ? സമസ്ത മനുഷ്യനും പെടും. ഒരു ക്ഷണനേരം പോലും, ഒരല്പനേരത്തേക്ക് പോലും ഒരാൾക്ക് കർമ്മരംഗത്ത് സ്വാതന്ത്ര്യമില്ലെന്നാണ് ഈ ശ്ലോകം പറഞ്ഞത്. അവൻ പരവശനാണെന്നാണ് പറഞ്ഞത്. ആരാൽ? അവന്റെ പ്രകൃതിജ ഗുണങ്ങളാൽ. അവന്റെ പ്രകൃതി എങ്ങനെയോ അങ്ങനെ. പ്രകൃതിക്ക് വിധേയനായി അസ്വതന്ത്രനായി മാത്രമാണ് ജീവിയെങ്കിൽ ഉപദേശങ്ങൾക്ക് എന്ത് പ്രസക്തി? ചോദ്യം മനസ്സിലായില്ല? വളരെ സ്പഷ്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സർവഹ, സകലരും. ആദ്യം പറഞ്ഞു ഒരാളും, ഒന്നാം ഭാഗം വളരെ സ്പഷ്ടമായി പറഞ്ഞു, ഒരാളും ഒരു ക്ഷണനേരം പോലും ഒരിക്കലും കർമ്മമില്ലാതിരിക്കുന്നില്ല. ഒന്നാം ഭാഗം അതാണ്. കർമ്മമില്ലാത്ത ഒരു നില എന്നത് ശരീരം ഉള്ളിടത്തോളം സാധ്യമല്ല. സ്ഥൂല ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ കർമ്മങ്ങൾ നടക്കുന്നു. കാരണ ശരീരത്തിൽ ബീജങ്ങൾ പൊന്തുന്നു. അപ്പോൾ ആകെ ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ, സ്ഥൂല ഇന്ദ്രിയ വ്യാപാരങ്ങളെ നിർത്തിയിരിക്കാം. അതിനെന്ത് കാര്യം? സ്ഥൂലം അത്രയും സൂക്ഷ്മത്തിലാണ് നിലകൊള്ളുന്നത്. ഒരുവന്റെ ജ്ഞാനത്തെ കണക്കിലെടുക്കുന്നത് അയാളുടെ സ്വപ്നങ്ങളിൽ നിന്നാണ്. ഒരാളുടെ ധീരതയെ കണക്കാക്കുന്നത് അയാളുടെ സ്വപ്നങ്ങളിൽ നിന്നാണ്. ഒരാളുടെ ഭീരുത്വത്തെ കണക്കാക്കുന്നത് അയാളുടെ സ്വപ്നങ്ങളിൽ നിന്നാണ്. ഒരാളുടെ ഭയത്തെ കണക്കിലെടുക്കേണ്ടത് അയാളുടെ സ്വപ്നങ്ങളിൽ നിന്നാണ്. അതാണ് പഴയ അച്ഛനമ്മമാർക്ക് ഈ കണക്കറിയായിരുന്നു. ഇന്നറിയില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അളക്കുന്നത് ജാഗ്രത്തിലാണ്. പലപ്പോഴും സ്ഥൂലമായൊരു പരീക്ഷയ്ക്ക് പോയി മാർക്ക് മേടിക്കുന്ന കുട്ടിയെ നിങ്ങൾ പ്രശംസിക്കും. ശരിയല്ല. അവൻ ആ സബ്ജക്റ്റ് ചിലപ്പോൾ അറിയില്ല. മാർക്കിന് സബ്ജക്റ്റ് അറിയണമെന്നില്ല. ഇന്ന് കമ്പനികളൊക്കെ ഇന്ന് വിഷമസന്ധിയിലാണ്. കഴിഞ്ഞ ഒരു 3 ഡെക്കേഡ്, ഒരു 30 വർഷം ഒരുവന്റെ എക്സലൻസ് കണക്കിലെടുത്തിരുന്നത് സ്ഥൂലമായ മാർക്കിലായിരുന്നു. ക്യാമ്പസ് ഇന്റർവ്യൂകളും ജോലിയുമെല്ലാം അവന്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരുന്നു കഴിഞ്ഞ 30 കൊല്ലം. ആ 30 കൊല്ലം കൊണ്ട് പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. പുതിയ മാനേജ്മെന്റ് തിയറികളിൽ ഈ ഉന്നതമായ മാർക്കുള്ളവനെ നിയമിക്കണ്ട എന്ന് രഹസ്യമായൊരു തീരുമാനം എല്ലാ മാനേജ്മെന്റുകളും എടുത്തു കഴിഞ്ഞു. പ്രൈവറ്റ് സെക്ടറിൽ മാതാപിതാക്കൾ അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. കാരണം ഇവനെ ജോലിക്കെടുത്താൽ അച്ഛനും അമ്മയും കൂടെ ചെല്ലണം ജോലി ചെയ്യണമെങ്കിൽ. കാരണം ഇവന്റെ മാർക്കിന്റെ പെർസെന്റേജ് മുഴുവൻ അച്ഛന്റെ അമ്മയുടെയാണ്. മനസ്സിലായില്ല?
അത് മാനേജ്മെന്റുകൾക്ക് മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. പുതിയ ഇന്റർവ്യൂ ബോർഡ് ഇവൻ അവന്റെ ക്വാളിഫിക്കേഷനെ പറ്റി പോലും ഇപ്പൊ ചോദിക്കുന്നില്ല. ഇന്ത്യക്ക് വെളിയിൽ നാം കാണുന്ന പല ഉന്നത സ്ഥാപനങ്ങളിലും ഇന്ത്യക്കാരായ ഉന്നത മാർക്ക് വാങ്ങിയ എഞ്ചിനീയേഴ്സ് എത്തുമ്പോൾ അവിടെ ഉന്നത പോസ്റ്റിൽ ഇവന്റെ മുകളിലിരിക്കുന്നത് ആ ഡിഗ്രിയേ ഉള്ളവനല്ല. അവനോട് പൊരുത്തപ്പെട്ട് ജോലി ചെയ്യാൻ ഇവന് പറ്റുന്നില്ല. ഇന്ന് വലിയൊരു പ്രശ്നമാണ്, സാങ്കേതിക പ്രശ്നമാണ്. ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്നവനെ എടുത്താൽ അവന്റെ എക്സ്പീരിയൻസ് മാത്രമേ ഇന്ന് കണക്കാക്കൂ എന്ന് വന്നിരിക്കുകയാണ് പുതിയ മാനേജ്മെന്റ് തിയറിയിൽ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഫേക്കാണോ ഒറിജിനൽ ആണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ഫേക്ക് ഡിഗ്രീസ് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്ന കാലമാണ്. $7,800 പേരുടെ സ്ഥിരപ്പെട്ട ജോലിയാണ് ബോംബെയിൽ നിന്ന് ഇപ്പോൾ പിടിച്ചൊരു റാക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. 7,800 പത്രത്തിൽ വായിച്ചു കാണും. പത്രത്തിൽ വായിച്ചു കാണും. ഇല്ല, വായിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ഒരു മലയാളിയാണ് പിടിച്ചിരിക്കുന്നത്. വായിച്ചില്ല. നിങ്ങൾ എവിടെയാണ് പത്രം വായിച്ചു? 7,800 മലയാളികൾക്ക് അതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, ബോംബെയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത്, ബാണ്ടൂപ്പിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത്, ഒറിജിനൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. അവരെല്ലാം ഇന്ത്യ കിടന്ന് ജോലിക്കാരായി. അയാളുടെ മലയാളി അഡ്രസ് ഒറിജിനൽ ആണോന്ന് വരെ സംശയിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. മിനിങ്ങാമത്തെ പത്രം, എല്ലാ പത്രത്തിലും ഉണ്ട്. ആരും വായിച്ചിട്ടില്ല. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ? ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലിനൊപ്പം പോകണമെങ്കിൽ ഒറിജിനലായിട്ട് ഈ മാർക്ക് വാങ്ങിച്ചവന് തീരെ വിവരമില്ലാതിരിക്കണം. ഞാനൊരു ഫേക്ക് സർട്ടിഫിക്കറ്റുമായി വേറൊരുത്തനോടൊപ്പം വർക്ക് ചെയ്യണമെങ്കിൽ, എന്നെ അവൻ അംഗീകരിക്കണമെങ്കിൽ അവന് തന്നെ വിവരം ഉണ്ടാവരുത്. ശരിയല്ല? അത് നിങ്ങൾ ചിന്തിക്കാതെ. അല്ലെങ്കിൽ അവന്റെ എക്സലൻസിനേക്കാൾ മുന്നിട്ട് നിൽക്കാവുന്ന ഒരു എക്സലൻസ് എനിക്കുണ്ടാവണം. ലോകത്തെ ഏത് രംഗത്തും ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡറിനൊപ്പമോ അയാളോട് അടുത്തോ അയാളേക്കാൾ മീതെയോ അതില്ലാത്തവൻ അവന്റെ എക്സലൻസ് തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ പോകുന്നു തന്നെയാണ്. മനസ്സിലായില്ല? ഫിലോസോഫിക്കലായ അതാണ് ട്രൂത്ത്. നിങ്ങൾ എഞ്ചിനീയേഴ്സ്, നിങ്ങൾ ഡോക്ടേഴ്സ്, നിങ്ങൾ മറ്റുള്ളവർ ഒക്കെ ഇപ്പം ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് എക്സിക്യൂട്ടീവ് റാങ്കിൽ നിന്ന് പ്രൊമോഷൻ കൊടുത്തുകൂടാ എന്ന് സമരം നടത്തുമ്പോൾ, ആ സമരം തെളിയിക്കുന്നത് തന്നെ നിങ്ങളെക്കാൾ എക്സലൻസ് അവനുണ്ടെന്നാണ്. അല്ലെങ്കിൽ സമരം ആവശ്യമില്ലല്ലോ. ഇവനാ പോസ്റ്റിലിരിക്കാൻ കൊള്ളുകയില്ല എന്ന് തെളിയിച്ചാൽ ഇവനെ പിരിച്ചുവിടുമല്ലോ. ഒരു പെർസെന്റിന് പ്രൊമോഷൻ കൊടുക്കണം നിയമമുണ്ട്. അത് എക്സിക്യൂട്ടീവ് തടഞ്ഞിരിക്കുകയാണ് അല്ലേ? കോടതി പ്രൊമോഷൻ കൊടുക്കാൻ പറഞ്ഞു, എക്സിക്യൂട്ടീവ് തടഞ്ഞിരിക്കുകയാണ്. പിന്നെ സ്ഥലത്തെ MLA ഒക്കെ ആവശ്യപ്പെട്ട് വേണം കയറിപ്പോവാൻ. റൈറ്റ്? കേസിലും വിധിയായല്ലോ, ഒരു പെർസെന്റേജിന് കൊടുക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ അവിടെയുണ്ട്. അപ്പൊ ഈ ഡിപ്ലോമ ഹോൾഡറെ ഡിഗ്രി ഹോൾഡർ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനസ്സിലായില്ല. നിങ്ങൾ അപ്പൊ നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്?
ഇത് നമുക്ക് നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. അപ്പൊ എക്സലൻസ് എന്നത് എവിടെയാണ്? കർമ്മത്തിന്റെ ഏത് മേഖലയിലാണ്? കർമ്മം അതിന്റെ സ്ഥൂലതയിലാണോ സൂക്ഷ്മതയിലാണോ? കർമ്മരംഗം മുഴുവൻ ഇതാണെന്നല്ല. ഏത് കർമ്മരംഗം എടുത്താലും അതിനെ അളക്കേണ്ടത് സൂക്ഷ്മത്തിലാണ്. പഴയ അച്ഛനമ്മമാർ അങ്ങനെ അളന്നിരുന്നത്. അപ്പം സ്ഥൂലമായ മാർക്കുമായി വരുന്ന കുട്ടിക്കല്ല, അവന്റെ ജീവിത വിജയം ഉണ്ടാക്കുവാനുള്ള സ്വപ്നങ്ങളുള്ള കുട്ടിയെയാണ് അച്ഛനമ്മമാർ പണ്ട് നോക്കിയിരുന്നത്. പണ്ടൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ വീട്ടിലെ പണി മുഴുവൻ എടുക്കും. ഏതും ഒരിക്കൽ കണ്ടാൽ മതി, അവനോട് പറഞ്ഞാൽ മതി. ഇവനൊരു പുസ്തകപ്പുഴു, കുറെ മാർക്ക് മേടിച്ചോണ്ടിരും, ഒന്നിനും കൊള്ളില്ല, കൊച്ചാണ്ട. ഇങ്ങനെയാ പഴയ ആളുകൾ പറഞ്ഞിരുന്നത്. ശരിയല്ല. ഇന്നങ്ങനെയല്ല. ഇന്നത്തെ അച്ഛനമ്മമാർക്ക് തന്നെ തീരെ വിവരമില്ല. ഇവനെല്ലാമാണ് റാങ്ക് ഹോൾഡറാണ്. ഇവനും അതനുസരിച്ച് ഞെളിഞ്ഞിരിക്കും. മറ്റവൻ ഞെളിയില്ല, മറ്റവന് വിനയം ഉണ്ടാവും. കാരണം അവന് അറിവുള്ളത് കൊണ്ട് വിനയം ഉണ്ടാവും. അവനത് പറയുമ്പോൾ തന്നെ പറയും, മാർക്കൊക്കെ കിട്ടുന്ന മറ്റവനാട്ടോ, എനിക്കങ്ങനെ വലിയ വിവരമൊന്നുമില്ല, ഞാൻ ഏതാണ്ടൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ, അത് ഭാഗ്യത്തിന് ഒക്കുന്നേ ഉള്ളൂ എന്നവൻ താന്ന് പറയും. ശരിയല്ല. അവന് വിനയം ഉണ്ടാവും. അവനെ പ്രശംസിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ വിനയമുണ്ടാവും. മറ്റേ ഈ മാർക്കുള്ളവനെ പ്രശംസിക്കുമ്പോഴേ അവൻ തലയൊക്കെ ഉയർത്തിപ്പിടിക്കും. കാക്കാശിന് കൊള്ളതുമില്ല. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, ലോകത്ത് ചുറ്റുപാട് നോക്കിയാൽ മതി. അപ്പൊ അന്ന് അധ്യാപകരെണ്ണുന്നതും ആവറേജ് അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഒപ്പം അവൻ എല്ലാ കാര്യത്തിനും കൊള്ളുമോ? കാരണം അവന്റെ സ്വപ്നങ്ങൾക്ക് സമഗ്രതയുണ്ടാവും. അപ്പൊ ജാഗ്രത്തിൽ കർമ്മമുണ്ട്, സ്വപ്നത്തിൽ കർമ്മമുണ്ട്, സുഷുപ്തിയിൽ കർമ്മബീജവുമുണ്ട്. ഏത് നേരമാണ് നിങ്ങൾ അകർമ്മണ്യനായിരിക്കുക? നിരന്തരമായ സ്വപ്നം വരുമ്പോൾ യുജ് സമാധൗ എന്ന അവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾ ആസന പ്രക്രിയാദികളിലൂടെ നിലകൊള്ളുക? വളരെ താർക്കികമായ, വളരെ സുതാര്യമായ, വളരെ സൂക്ഷ്മമായ ഈ ചോദ്യമാണ് ഗീതയിൽ കർമ്മരംഗത്ത് വരുന്നത്. കർമ്മയോഗത്തിന്റെ അടിസ്ഥാന തന്തുവിൽ കൃഷ്ണൻ വെക്കുന്നത് ഇതാണ്. ഇത് വായിച്ച് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. കൃഷ്ണന്റെ ഉപദേശങ്ങളെ യുദ്ധത്തിനാണെന്ന് എടുക്കുമ്പോൾ യുദ്ധവും യുദ്ധം പോലെ തന്നെ ഒട്ടേറെ കർമ്മങ്ങളും ഏതെങ്കിലും ഉപദേശം കൊണ്ട് സംഭവിക്കുമോ? അത് ബാക്കിയാണ്. ജീവിതായോധനത്തിന്റെ രംഗവേദിയിൽ ഏത് കർമ്മം എടുത്താലും ജീവൻ അവിടെ അസ്വതന്ത്രനാണ്. ആ അസ്വതന്ത്രനാണ് എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞത് ഒരു ക്ഷണനേരം പോലും ഒരാളും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല എന്നാണ്. അത് ഫസ്റ്റ് പാർട്ടാണ്. അകർമ്മണ്യത എന്നൊന്ന് സാധ്യമല്ല. താനും നിരന്തരമായ കർമ്മവ്യാപാരത്തിലാണ് അർജുന എന്ന് പിന്നീട് ശ്ലോകത്തിൽ പറയും. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. ഈ അധ്യായത്തിൽ തന്നെ കാണാം. അപ്പോ കൃഷ്ണന് വിവരമില്ലെന്നാണോ അതിന്റെ അർത്ഥം? ഉപദേശിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ താൻ കർമ്മത്തിലാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഈ ശ്ലോകത്തിൽ ഒരാളും ഒരു ക്ഷണനേരം പോലും കർമ്മമില്ലാതിരിക്കുന്നു എന്നില്ല എന്ന് പറയുന്നു. ഇനി ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ദേഹബോധമില്ലാത്തവൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് എങ്ങനെ വ്യാഖ്യാനിക്കും? അപ്പൊ കൃഷ്ണന് ദേഹബോധം ഉണ്ടായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുമോ?
ചോദ്യം മനസ്സിലായില്ല. 2 ശ്ലോകങ്ങളാണ്, കണ്ടോ? അതിലുണ്ടോ? 3-ാം അധ്യായം തന്നെയാണോ? 22 അല്ലേ? വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. നമേ പാർത്ഥാത്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. സ്വേച്ഛയിൽ യാതൊരു കർമ്മവും എനിക്ക് ചെയ്യേണ്ടതായി ഇല്ല. ഒരു കർത്തവ്യ കർമ്മവും എന്നെ മാടി വിളിക്കുന്നില്ല. എന്നിട്ടും ഞാൻ അത് 3 ലോകങ്ങളിലും, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 ലോകങ്ങളിലും, ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം എന്ന് വിളിക്കുന്ന 3 ലോകങ്ങളിലും, അത് ബാഹ്യമായി ഉള്ള ലോകവും ആന്തരികമായുള്ള ലോകവും, ആന്തരികമായുള്ള ലോകമാണ് ഇവിടെ വിഷയം. എനിക്ക് 3 ലോകങ്ങളുള്ളത് എന്റെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയുമാണ്. എന്റെ ജാഗ്രത് ഭൂലോകവും, എന്റെ സ്വപ്നം ഭൂവർലോകവും, എന്റെ സുഷുപ്തി സ്വർലോകവുമാണ്. ഈ 3 ലോകങ്ങളിലും മാറി മാറി സഞ്ചരിക്കുന്നവനുമാണ് ഞാൻ. ഈ 3 ലോകങ്ങളെ ആണ് കീഴ്പ്പെടുത്തുന്നത് 3 പാദങ്ങളെ കൊണ്ട്. ഈ 3 ലോകങ്ങളെ കീഴ്പ്പെടുത്തുമ്പോഴാണ് ചക്രവർത്തി സാമ്രാട്ട് എന്ന പദവിയിൽ നിന്ന് സ്വാരാട്ട് എന്ന പദവിയിലേക്ക് ഉയരുന്നത്. ഈ 3 ലോകങ്ങളും എനിക്ക് അധീനമാണ് എന്ന് അഹങ്കരിക്കുമ്പോൾ ബോധത്തിന് അധീനമല്ലെന്നും വാസനകൾക്ക് അധീനമാണെന്നും വാസനകളാണ് ഞാനെന്ന് ധരിക്കുന്നത് അഹങ്കാരം കൊണ്ടാണെന്നും വാസനാമയനായ ജീവന്റെ അധീനതയിലല്ല ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെന്നും വിശ്വവ്യാപകമായ വൈഷ്ണവ തേജസ്സിന് അധീനമാണ് 3 ലോകങ്ങളെന്നും അതിന്റെ പാദങ്ങൾ തലയിൽ ഏറ്റുകഴിഞ്ഞാൽ 3 ലോകങ്ങളിലുമുള്ള എന്റെ അധീശത്വമെന്ന അഹങ്കാരം പോവുകയും ഞാൻ സ്വാരാട്ടായിത്തീരുകയും ചെയ്യുമെന്നും തിരിച്ചറിയുമ്പോഴാണ് മഹത്തായ ബലിയുണ്ടാകുന്നത്. ടു സിമ്പിൾ. അല്ലാതെ 3 ലോകവും ഭരിക്കുന്ന ചക്രവർത്തി എവിടെ? ഏത് 3 ലോകങ്ങൾ? ആകെ നിങ്ങൾക്കറിയുന്നത് നിങ്ങൾ ഇതുവരെ ഗോളാന്തര ചൈത്രയാത്ര നടത്തി കണ്ടെത്തിയത് ഈ ഭൂപ്രതലം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? ഇത് തന്നെ ഒരാൾക്കിരുന്ന് ഭരിക്കാൻ പറ്റുകയെന്ന് ഏത് വിഡ്ഢിക്ക് അറിയില്ലാത്തത്? ഈ ഭൂമി മൊത്തം ഭരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? വീട് ഭരിക്കാൻ പറ്റുമോ? പിന്നെ വേണ്ടേ ലോകം മുഴുവൻ ഭരിക്കാൻ? ഇച്ചിരി പോകുന്ന വീട് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളിങ്ങ് ഇറങ്ങി പോന്നിരിക്കുക, അവിടെ എന്തെല്ലാം നടക്കുന്നു. ഇപ്പൊ നിങ്ങൾ തിരിച്ചോടും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ. വെളിയില് വലിയൊരു താക്കോൽ കൂട്ടമുണ്ട് അലമാരിയുടെ. പക്ഷെ എന്നെ പോലുള്ള പിള്ളേരോടെ കാണും, അവൻ ചട്ടുകം കൊണ്ട് തുറക്കും. അവൻ താഴൊന്നും തുറക്കൂല. അവൻ ആ പാഡിലോക്കിന്റെ അങ്ങേറ്റത്തെ സ്ക്രൂ വേണം തോന്നുന്നു, സ്ക്രൂ 4 ആയിരിക്കും. മനസ്സിലായില്ല? അവന് 4 സ്ക്രൂ അങ്ങ് അഴിക്കും. സ്ക്രൂ അഴിച്ച് കഴിയുമ്പോൾ ആ പാടിങ് പൊങ്ങിപ്പോരും. ആ പാടിങ്ങോട്ട് പൊങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അത് കഴിഞ്ഞാൽ അതിനകത്ത് സാധനമൊക്കെ മാറ്റിയിട്ട് ഇവൻ തിരിച്ചങ്ങോട്ട് വെച്ചിട്ട് അതേ പാടങ്ങോട്ട് വെച്ചിട്ട് തീപ്പെട്ടിക്കൊള്ളിയും കെട്ടിയിട്ട് വീണ്ടും മുറുകുകയില്ലെങ്കിൽ. മനസ്സിലായില്ല? ഇറ്റ്സ് ടു സിമ്പിൾ. ഭരണമൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളറിയാതെ ഒരീച്ച പോലും എന്താ വേണ്ടേ? നല്ല പിടി. എന്താ വേണ്ടേ? താഴെ നല്ല സുഖമായിട്ട് കിടക്കണം. സുഖമായിട്ട് താഴെ പോയി കാണിക്കാൻ വന്നതല്ലേ? താഴെ കിടന്നുള്ളൂ, സുഖമായിട്ട് കിടന്നു. എന്തെങ്കിലും ആഹാരം കഴിച്ചിരുന്നോ? പട്ടിണിക്കാ കൊണ്ടത്? എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കും. താഴെ ചെല്ലും. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ പിന്നെ ഈ 3 ലോകങ്ങളും ഭരിച്ച ചക്രവർത്തി എന്നൊക്കെ പറയുമ്പോ ഈ ലോകങ്ങളൊക്കെ ബാഹ്യമായുള്ളതാണോ അതോ ആന്തരിക ലോകങ്ങളാണോ?
എന്നൊക്കെ മെല്ലെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ജാഗ്രത ഉണ്ട്, സ്വപ്നമുണ്ട്, സുഷുപ്തിയുണ്ട്, നമുക്ക് നിത്യ അനുഭവമാണ്. ജാഗ്രത്തിലെ കർമ്മകലാപങ്ങളെല്ലാം സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങളുടേതാണ്, അതും നമുക്കറിയാം. കൈയും കാലും മൂക്കും നാക്കും എല്ലാം ഉൾപ്പെടുന്ന സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങളുടേതാണ് ഈ കർമ്മമേഖല മുഴുവൻ. അതും നമുക്ക് നിശ്ചയമാണ്. ആ കർമ്മമേഖല വേണ്ട എന്ന് വെച്ചാൽ കൈയോട് അനങ്ങണ്ടെന്ന് പറഞ്ഞു, കാലിനോട് അനങ്ങണ്ടെന്ന് പറഞ്ഞു. പത്മാസനത്തിലിരുന്നു, കണ്ണടച്ചു ഇന്ദ്രിയം, ചെവി 2 വിരലുകൾ കൊണ്ട് ഇങ്ങനെ അടച്ചു, 2 യോഗദണ്ഡ് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു, കണ്ണടച്ചു പിടിച്ചു, ചെവി അടച്ചു, ത്വക്കിൽ സ്പർശനമൊന്നും ഏക്കാതിരിക്കാൻ 2 ഭിത്തി ഉണ്ടാക്കി അതിന്റെ ഇടയിൽ കയറിയിരുന്നു. അതിനിടയിൽ ഇനി വേറൊരാൾ ഒരു ഈച്ച കടന്നിട്ട് നമ്മുടെ ദേഹത്ത് കയറുകയില്ല, അതിന് വലയും കെട്ടി, വലയും കെട്ടി. അപ്പൊ പിന്നെ അതും പോയി. അപ്പോ ഒരു ഇന്ദ്രിയവും പ്രവർത്തിക്കാത്ത വിധത്തിൽ ഇരുന്നാൽ ഈ ഇന്ദ്രിയങ്ങളുടെ എല്ലാം ശക്തി അകത്തുനിന്ന് പ്രവർത്തിക്കുമോ? പിന്നെ എവിടെയാണിത് കർമ്മമില്ലാതിരിക്കുന്നത്? ഈ അകത്തുനിന്ന് പ്രവർത്തിക്കുന്ന നമ്മൾ എന്തുദ്ദേശിച്ചാണ് ഇരുന്നത്? ഈ പ്രവർത്തനം എല്ലാം നിർത്തി ഈശ്വരനെ ധ്യാനിക്കാനാണ് ഇരുന്നത്. അതൊഴിച്ചുള്ളത് എല്ലാമല്ലേ നടക്കൂ? ശരിയല്ല. എന്നിട്ടും ഞാനും നിങ്ങളും പറയുന്ന ഒരു തട്ടിപ്പല്ലേ, അതിനാണ് ഇരുന്നത്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ല. അപ്പൊ അതൊഴിച്ചുള്ളത് നടത്താൻ നമ്മുടെ തീരുമാനത്തെ മാറ്റിവെച്ച് നമുക്ക് യാതൊരു തീരുമാനവുമില്ലാത്ത ലോകങ്ങളിൽ നിന്ന് നമ്മെ അസ്വതന്ത്രരാക്കി അവന്റെ തീരുമാനത്തിന് കീഴ്പ്പെടുത്തി കർമ്മത്തെ നിത്യനിരന്തരമായി വ്യാപരിക്കുന്നു എങ്കിൽ ജീവൻ എവിടെയാണ്? വളരെ സിമ്പിളായി പറഞ്ഞിരിക്കുക. വ്യാഖ്യാന പുസ്തകമൊക്കെ വായിക്കുക, ഈ സാധനം അവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. വ്യാഖ്യാനം നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു നോക്കുക. പകരം ആ പദങ്ങളുടെ അർത്ഥം അവരെഴുതിയിരിക്കുന്നത് മാത്രം വായിക്കുക, ഈ അർത്ഥമേ ഉള്ളൂ. അതിന്റെ അടിയിലോട്ട് എഴുതി വെക്കുന്നതെല്ലാം പിന്നെ അവര് അസ്വതന്ത്രരായിട്ട് എഴുതി വെക്കുന്നതാണ്. മനസ്സിലായില്ല? ഈ ശ്ലോകം വായിച്ചു കഴിയുമ്പോൾ അവരിൽ കുറെ കർമ്മം കയറി വരും. ആ അസ്വാതന്ത്ര്യം അവർ താഴോട്ട് എഴുതി വെക്കും. അത് ഗീതയുടെ വ്യാഖ്യാനമായിട്ട് നിങ്ങൾ വായിക്കുമ്പം നിങ്ങളുടെ അസ്വാതന്ത്ര്യം കയറുമെന്ന് കുറെ സാധനങ്ങളും കൂടെ വരും. അവസാനം ഭഗവാൻ പറഞ്ഞൊന്നും ഉണ്ടാവില്ല ഗീതയ്ക്കകത്ത്. നുണയാണെ വായിച്ചു നോക്കാം, അതിലില്ലേ? സംസ്കൃതത്തിൽ വ്യാസൻ കൃഷ്ണന്റേതായി എഴുതി വെച്ചതാണോ താഴെ ഞാനും എന്റെ കൂട്ടരും ഒക്കെ അടിയിലോട്ട് എഴുതി പിടിപ്പിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരു ഡയറക്റ്റായിട്ട് വായിച്ചാൽ ഒറ്റയടിക്ക് വായനയ്ക്ക് മനസ്സിലാകും. കാരണം വെച്ചാൽ ഒരാൾക്കും ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാകില്ലാത്ത ഒരു ജീവിയും ഭൂമിയിലില്ല. കാരണം വെച്ചാൽ ഇവനൊക്കെ കർമ്മം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. 1-ാം ഭാഗം എല്ലാവർക്കും മനസ്സിലാവും. 1-ാം ഭാഗത്തെ സമർത്ഥിക്കാൻ ഇനി അർജുനനോ വായനക്കാരനോ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ, മഹാന്മാർക്ക് കർമ്മമില്ലെന്ന് പറയാതിരിക്കാൻ ഭഗവാൻ പറഞ്ഞു, നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. 22-ാം ശ്ലോകം. ഇനി അവിടെ ശങ്ക വേണ്ട. ഇനി കൃഷ്ണനേക്കാൾ വലിയ പാർട്ടികൾ ആരെങ്കിലും വന്നാൽ അങ്ങനെ ആരും ഇല്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങളൊക്കെ വെള്ളത്തില. കൃഷ്ണന് തന്നെ തീരെ വിവരമില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യാതിരിക്കലാണ്. കർമ്മത്തിലെ സമാധിയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ ഭക്തന്മാരെ ഒന്ന് കണ്ടു നോക്കണം, അവരെന്തെല്ലാം പറഞ്ഞ് ജനങ്ങളെ വരട്ടുവന്നു. അമ്മ രവിയെ നോക്കിച്ചിരിക്കുന്നു. എല്ലാ ആളുകളും രവിയെ നോക്കിച്ചിരിക്കും. രവി ഇതൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടെന്ന്. ഞാനിതൊക്കെ പറയുമ്പോ ഞാന് വേറുള്ളവരുടെ കാര്യം പറഞ്ഞാൽ പോലും അവർ രവിയാണ്.
ഇനി അടുത്ത നമ്പർ ഇവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചിട്ട് ഇത് കഴിഞ്ഞാൽ ഉടനെ പറയും, സ്വാമി അങ്ങനെയൊക്കെ പറയും, എന്നാലും സ്വാമി സ്പെഷ്യലായിട്ട് എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്പർ ഇറക്കി നോക്കും. ഞാൻ തമാശ പറഞ്ഞല്ല, അമ്മ വളരെ കാര്യമായിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എത്ര ആഴത്തിലാണ്. അപ്പോ കർമ്മം നിത്യനിരന്തരമാണ്. അതിൽ നിന്ന് ഒരു ജീവിക്കും മോചനമില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ വളരെ ഭംഗിയായിട്ടാ പറഞ്ഞു. അവിടെ ആ പ്രയോഗം വളരെ ഗംഭീരമാണ്. ജാതു എന്നും കച്ചിത് എന്നും ക്ഷണമപി എന്നും കാലവാചികളായ ജാതു ക്ഷണമപി, വ്യക്തിവാചികളായ കച്ചിത്, ഒരുവനും എന്ന് പറഞ്ഞാൽ ആരോ ചിലരുണ്ടെന്ന് പിന്നെ അർത്ഥമില്ല. മനസ്സിലായില്ല? ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരാളും എന്നത് ഉള്ളത് കൊണ്ട് വ്യക്തിവാചികളായിരിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും ശാസ്ത്രം അതിക്രമിച്ചു. എക്സെപ്ഷൻ ഇല്ല ഈ റൂളിന്. ഞാനൊരു എക്സെപ്ഷൻ ആയിരിക്കും. ലോകത്തുള്ള ഏത് റൂളിനും ഒരു എക്സെപ്ഷൻ ഉണ്ടാവും, ഇല്ലേ? ഈ റൂളിന് എക്സെപ്ഷൻ ഇല്ല. എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രയോഗിക്കില്ല. 2, വ്യക്തിവാചി കഴിഞ്ഞാൽ ആ വ്യക്തി ചില കാലങ്ങളിൽ അങ്ങനെ ആയിരിക്കുമെന്ന് നാളെ വ്യാഖ്യാനിച്ച് പറയാം. അത് പറയാതിരിക്കാൻ കാലവാചികളായ 2 പ്രത്യയങ്ങൾ ഉപയോഗിച്ചു. ജാതു എന്നും ക്ഷണമപി എന്നും. ഒരിക്കലും ഒരു ക്ഷണനേരം പോലും, ഇനി ആരെങ്കിലും വ്യക്തി അല്പനേരത്തേക്കെങ്കിലും ഇങ്ങനെയുണ്ടോ? കർമ്മമൊക്കെ വെടിഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞു. കാരണം ശരീരമെടുത്തവനിൽ പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. കർമ്മം നിലയ്ക്കുന്നത് പ്രാണൻ പോകുമ്പോഴാണ്. പ്രാണസഞ്ചരണം നടക്കുന്നത് ഏതോ കർമ്മത്തിനാണ്. അല്ലെങ്കിൽ ജീവന് വേറെ ധർമ്മമൊന്നുമില്ല. ഒന്നായിരുന്ന ഈശ്വരഭാവം വിട്ട് ശരീരിയായി എത്തിയിരിക്കുന്നത് ഏതോ കർമ്മത്തിനാണ്. ശരീരമുണ്ട് എന്നുള്ളത് തന്നെ കർമ്മത്തിനെടുത്തതാണ്. സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ 3 ശരീരങ്ങളും കർമ്മശരീരങ്ങളാണ്. അത് നേരത്തെ ഉണ്ടാക്കിയ കർമ്മശരീരം, അതാണ് കാരണ സൂക്ഷ്മ ശരീരങ്ങൾ. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശരീരം, അതാണ് സ്ഥൂല ശരീരം. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചാൽ കാരണ സൂക്ഷ്മ ശരീരങ്ങളിലെ ജീവിതമായി. അതേ നമുക്കിപ്പോ നിയന്ത്രിക്കാൻ പറ്റൂ. ഉണ്ടാക്കിക്കഴിഞ്ഞതൊന്നും നമുക്ക് നിയന്ത്രിക്കാനാവില്ല. അപ്പൊ ശരീരത്തെ എടുക്കുമ്പോ കാരണശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കർമ്മത്തിനുള്ളതാണ്. കർമ്മത്തിന് വേണ്ടി മാത്രമാ ശരീരം. ആര് ശരീരമെടുത്താലും കർമ്മമുണ്ട്. കർമ്മമില്ലെങ്കിൽ ശരീരം എടുക്കില്ല, ജനിക്കില്ല, മരിക്കില്ല. അപ്പൊ ശരീരമെടുത്ത സമസ്തരും കർമ്മവ്യാപാരത്തിലാണ്.
ഏത് കർമ്മമാണോ ശരീരത്തിൽ അങ്കിതമായിരിക്കുന്നത് അത് ആ ശരീരത്തിന് ശ്രേഷ്ഠമാണ്. അന്യ ശരീരത്തെ അവലംബിച്ച് കർമ്മമേഖലയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്ഥൂല ശരീരത്തെ സാങ്കല്പികമായ പുതിയൊരു കർമ്മത്തിന് പരിണമിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ സംഘർഷമുണ്ടാവും. അത് വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും വിഷലിപ്തമാക്കും. അതാണ് ഗീത നൽകുന്ന സാമൂഹികത. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് എൻ്റെ സ്വഭാവമായി വരുന്ന നിയതമായ കർമ്മമല്ലാത്ത ഒന്ന് ഏതോ മഹാൻ ചെയ്തത് കണ്ടി ചെയ്താൽ എനിക്ക് ക്ഷീണമുണ്ടാവും. എൻ്റെ സൂക്ഷ്മ ശരീരം സമ്മതിക്കില്ല. അരമണിക്കൂർ സംഭാഷണം കഴിയുമ്പോൾ എൻ്റെ സൂക്ഷ്മ ശരീരം തപിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്ക് രോഷമുണ്ടാവും. എൻ്റെ വാക്കിലൂടെ ആ രോഷം പ്രകടമാവും. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകളെയൊക്കെ ചീത്ത വിളിക്കും. ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ എൻ്റെ പരിചയക്കാരായിട്ട് ഞാൻ വിരട്ടും. ഇവിടെ ഞാൻ മാന്യനായി നിന്ന് ഈ സംഗതിയൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ പരിചയക്കാർ എൻ്റെ ആശ്രമത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ശിഷ്യന്മാർ, സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, ഖജാൻജിമാർ ഒക്കെ ആശ്രമത്തിൽ കുറേ ഉണ്ട്. അവനെയൊക്കെ ഞാൻ തെറി വിളിക്കും. ഒരു കലാപം തന്നെ ഉണ്ടാകും. കാരണം എൻ്റെ ജോലിയല്ല ഞാൻ ചെയ്തത്. അപ്പോഴൊക്കെ എന്നിൽ പതഞ്ഞു പൊങ്കുന്ന ഒട്ടേറെ രോഷങ്ങളുണ്ട്. ആ രോഷങ്ങൾ സൂക്ഷ്മമായി എൻ്റെ വാക്കിനോടൊപ്പം നിങ്ങളിൽ ചെല്ലും. നിങ്ങളിത് കേട്ടിട്ട് വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ആ വാക്കാണ് കേട്ടതെങ്കിലും നിങ്ങൾ ശ്വസിച്ച് എടുത്ത ആ വായുവിലൂടെ, ആ പ്രാണനിലൂടെ എൻ്റെ സങ്കല്പനങ്ങളിലെ രോഷവുമായി മാത്രമേ നിങ്ങൾ വീട്ടിലെത്തൂ. ഇതാണ് സാമൂഹികത. അല്ല, ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ്. എൻ്റെ ഇന്ദ്രിയം നോക്കിയപ്പോൾ ഈ പണി ചെയ്യുന്നവരുടെ നേട്ടങ്ങൾ ഓരോന്നും എൻ്റെ ഇന്ദ്രിയം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ എനിക്കിഷ്ടമുള്ള കർമ്മങ്ങൾ അവിടെ കിടക്കുമ്പോഴും അവയെയെല്ലാം മാറ്റിവെച്ച് ഞാൻ ഈ കർമ്മം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ അസൂയയോടെ നോക്കിക്കാണും. അവരെയൊക്കെ ഞാൻ തെറിവിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ കർമ്മം ഒരു കുറച്ചു നേരം ചെയ്യുന്നത് ത്യാഗപൂർണമായിരിക്കും, ശാന്തമായി ആയിരിക്കില്ല. അല്ല അല്ല, കാമമാണ് തെരഞ്ഞെടുക്കുന്നത്. ബുദ്ധിയെ കാമത്തോട് യോജിപ്പിക്കുക മാത്രമാണ്. ബുദ്ധി തെരഞ്ഞെടുക്കുന്നില്ല. ബുദ്ധി കാമത്തിന് സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പ്രാണനൊക്കെ അന്നേരം സഹായത്തിന് വരികയാണ് ചെയ്യുന്നത്. സ്ഥൂല കർമ്മങ്ങളിലെല്ലാം പ്രാണനുണ്ട്. സ്ഥൂല കർമ്മങ്ങളിലെല്ലാം ഇന്ദ്രിയ പരിപ്രേക്ഷ്യമുണ്ട്. പക്ഷെ ഇന്ദ്രിയം തെരഞ്ഞെടുത്ത ദേവതാലോകങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ തെരഞ്ഞെടുക്കുന്ന വസ്തുനിഷ്ഠമായ സ്ഥൂല കർമ്മത്തിന് ആളുകളുടെ എല്ലാം കാഴ്ചപ്പാടുണ്ട്. സൂക്ഷ്മമായ കർമ്മത്തിന് ആളുകൾ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സൂക്ഷ്മമായ നിങ്ങളുടെ ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിന് അപ്പുറത്തുള്ളൊരു കർമ്മം നിങ്ങൾ തെരഞ്ഞെടുത്താൽ അത് മറ്റൊരുത്തനെ ബോധ്യപ്പെടുത്താൻ ഒട്ടേറെ പ്രയത്നം വേണം. അത് മറ്റൊരുവന്റെ ഇന്ദ്രിയങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാത്തിടത്തോളം അത് അനാചാരവും അന്ധവിശ്വാസവുമാണ്. ഇന്ദ്രിയത്തിന്റെ ലോകങ്ങളിലാണ് ആചാരങ്ങളും സത്യവും ധർമ്മവും ഒക്കെ എന്നുള്ളതാണ് ലോകത്തിനറിയുന്ന ഒരേയൊരു ഭാവം. മനസ്സിലായില്ല? എന്റെ ഇന്ദ്രിയത്തിന് കാണാവുന്നത്, അവന്റെ ഇന്ദ്രിയത്തിന് കാണാവുന്നത്, അവളുടെ ഇന്ദ്രിയത്തിന് കാണാവുന്നത്, കേൾക്കാവുന്നത്, തൊടാവുന്നത്, അറിയാവുന്നത് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതിലൂടെ മാത്രം ജീവിക്കുക എന്നുള്ളതാണ് ആളുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു ധർമ്മം. മനസ്സിലായില്ല?
അവന്റെ പ്രാണനിൽ സംഭീതമായി കിടക്കുന്ന ഭീതിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ അനിവാര്യമായി വരുമ്പോൾ ആ കർമ്മങ്ങളെ അവരന് ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന ഇന്ദ്രിയ പരിപ്രേക്ഷ്യങ്ങൾ കുറവാണ്. മനസ്സിലായില്ല? വീട് ഭരിക്കുന്ന ഒരച്ഛനോട് മക്കൾ ചോദിക്കുക, എന്താ അച്ഛൻ അത് ചെയ്തത്? ഉത്തരം പറയാനാവില്ല. ഉത്തരം പറയാൻ പറ്റാത്തതൊക്കെ അച്ഛന്റെ പോക്രിത്തരമാണ്. ശരിയല്ല. എന്താ വേണ്ടാത്തത്? അച്ഛന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പക്ഷെ അച്ഛനറിയാം അതാണ് ചെയ്യേണ്ടത്. ഭരിക്കുന്ന ഒരു ആളിന് ഭരണം നടത്തിക്കൊണ്ടു പോകാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതെല്ലാം അയാൾക്ക് സുതാര്യമായ ലോകത്ത് പറയാനാവില്ല. പത്രങ്ങൾ, ജുഡീഷ്യറി, ഭരണം ഇവയെല്ലാം പോകുമ്പോൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ കർമ്മം കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മം മാത്രം നടക്കുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായില്ല? ഒരു വീട്ടിനകത്ത് നിങ്ങൾ ഭരിക്കുമ്പോൾ അതിൻ്റെ അകത്തെ 3/4 പങ്കും വെണ്ണ എങ്ങനെയാണോ വെള്ളത്തിൽ 3/4 പങ്കും താന്നു കിടക്കുന്നത് അതുപോലെ കിടക്കുന്നതാണ് ആ ലോകം മുഴുവൻ. എന്തെങ്കിലും കാര്യം കാണുമെന്ന് വിശ്വസിക്കാനും അതെനിക്ക് മനസ്സിലാവില്ലെന്ന് തീരുമാനിക്കുവാനും മാത്രം പറ്റുന്നതാണ് ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിന് അപ്പുറമുള്ള സൂക്ഷ്മലോകങ്ങൾ മുഴുവൻ. ശരിയല്ല? ഏത് മകനോടും അച്ഛൻ ചോദിക്കണം, നീ എന്താ അങ്ങനെ ചെയ്തേ? അതിന് ഉത്തരവൊന്നുമില്ല. ഉത്തരം ചെയ്തു കഴിഞ്ഞ് പിന്നെ അച്ഛന് ബോധ്യപ്പെടാവുന്ന ഒരു കള്ളം പറയുകയാണ്. ആദ്യം തന്നെ അവനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയാണ്. നീ തുറന്നു പറഞ്ഞോളൂ, നിനക്ക് അങ്ങനെ ഒരു വികാരം തോന്നി എന്ന് പറഞ്ഞോളൂ എന്ന് ആദ്യം മുതലേ പറഞ്ഞു പഠിപ്പിക്കാമെങ്കിൽ അവൻ സത്യസന്ധനായി ജീവിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ അവൻ വികാരോജ്വലങ്ങളായ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അച്ഛനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അവസാനം അച്ഛനും മകനും ദുഃഖത്തോടെ മരിക്കുകയും ചെയ്യും, കർമ്മം പൂർത്തിയാകാതെ. അമ്മയും അച്ഛനും കൂടെ അയൽവക്കത്തൊരു പെൺകുട്ടിയെ കണ്ടുവച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൂർവ്വജന്മകൃതമായിരിക്കുന്ന യാദൃച്ഛികതയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചു. അവന് അവളോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചു. അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ അവർ ഭാര്യയും ഭർത്താവുമാണ്. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോഴെല്ലാം മറ്റൊരു ഭാര്യയും ഭർത്താവുമാണ്. ഇത് മനസ്സിലായില്ല? അവസാനം ഒരു സുപ്രഭാതത്തിൽ അവന്റെ ജാഗ്രതും സ്വപ്നവും രണ്ടളവിൽ അവനിൽ ഏറ്റുമുട്ടാൻ തുടങ്ങുമ്പോൾ ഈ 2 ഭാര്യമാരും, സ്വപ്നത്തിലെ ഭാര്യയും ജാഗ്രതത്തിലെ ഭാര്യയും പരസ്പരം കൈകോർക്കുന്ന ഒരു സമയത്ത് അവൻ ആത്മഹത്യയും ചെയ്യും. ഉദാഹരണം പോരെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അവർ യുദ്ധത്തിന് രംഗത്തേക്ക് വരുമ്പോൾ, മനസ്സിലായില്ലേ? അവരൊരു യുദ്ധത്തിന് രംഗത്തേക്ക് വരുന്നൊരു സമയമുണ്ടാവും. എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെയല്ലേ ഞാൻ അറിഞ്ഞത്, ഇതായിരുന്നു പണിയല്ലേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നൊരു നിമിഷം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഗതി പെശകാണ്. ഇപ്പൊ ജീവിതായോധനത്തിന്റെ രംഗമെടുത്താൽ ഒരാൾ പോലും ഒരു ക്ഷണനേരം പോലും ഈ സ്വപ്നം ഇങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ ശരീരമില്ല. അപ്പൊ ആ സ്വപ്നം നിശ്ചലമായാൽ ജാഗ്രതത്തിലെ കർമ്മങ്ങൾ മാത്രമായി. ജാഗ്രതത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വപ്നം ഉണ്ടാകാനുള്ള സാധ്യതയായി. അപ്പൊ സ്വപ്നമല്ല ആദ്യം നിർത്താവുന്നത്, ജാഗ്രതാണ് നിർത്താവുന്നത്. ജാഗ്രതത്തിലെ കർമ്മങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ഇടപെടാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പിൻവലിക്കാൻ. മനസ്സിലായില്ല? എന്നാൽ സ്വപ്നത്തിൽ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും സൃഷ്ടിക്കുന്ന മനസ്സിന്റെ കൽപ്പനാവൈഭവങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതാ പറഞ്ഞത്, ഞാനിപ്പോ ഒരു പൂജാമുറി ഉണ്ടാക്കി, സ്പെഷ്യൽ പൂജാമുറിയാണ്.
അതിൽ ഞാൻ മാത്രമേ കയറിയിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ കയറ്റിയാൽ അയാൾ മാത്രമേ കയറുന്നുള്ളൂ. ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കയറിക്കുള്ളൂ, അകത്ത് കയറിയിരുന്നോളൂ, പൂജിച്ചോളൂ, 1 മണിക്കൂർ, വേറെ ആരും അതിനകത്ത് വരില്ല. അതിനകത്ത് ആകെയുള്ളത് ഞാൻ വെച്ചിരിക്കുന്ന കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ഞാൻ വെച്ചിരിക്കുന്ന ശിവൻ മാത്രമേ ഉള്ളൂ, ഞാൻ വെച്ചിരിക്കുന്ന ക്രൂശിത രൂപം മാത്രമേ ഉള്ളൂ. ആ ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ, ആ കൃഷ്ണന്റെ മുമ്പിൽ, ആ രാമന്റെ മുമ്പിൽ, ആ ശിവന്റെ മുമ്പിൽ നിങ്ങളെ കയറ്റിയിരുത്തുന്നു. എത്രയാ ഒരു ചെറിയ ടിക്കറ്റും? 2 രൂപ മതി, പോട്ടെ, ഒരു ധ്യാനത്തിന് 2 രൂപ. കയറിക്കോ. കഥമൊക്കെ അടച്ച് ഞാൻ വെളിയിൽ നിന്ന് പൂട്ടി, ഇനി നിങ്ങളെ പുറത്തേക്ക് വിടുന്നില്ല. നിങ്ങൾ കണ്ണുകളും അടച്ചു, കഥകും അടച്ചു, ഞാൻ നിങ്ങൾ കണ്ണുകളും അടച്ചു. ഇപ്പൊ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നിങ്ങൾ പിൻവലിച്ചിട്ടിരുന്ന് കഴിഞ്ഞാലും അവശതയോടുകൂടി ആ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും മനസ്സ് സൃഷ്ടിച്ച് അത്രൈഷ ദേവഃ സ്വപ്നേ മഹീമാനം അനുഭവതി എന്ന് പറയുന്ന അവസ്ഥ. ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവ പശ്യതി. ഈ കടകടച്ചിട്ടിടത്തിരുന്ന് നിങ്ങൾ അവശരായി കാണുമെങ്കിൽ സെലക്ഷൻ ഒന്നും യാതൊരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല. കഥകടച്ചിരുന്നപ്പോഴേ അമ്മ കയറി വന്നു. അമ്മയെ നിങ്ങൾ കാണാതിരിക്കാനാ കഥകടച്ചത്. ഞാൻ അച്ഛനെ പറ്റി നിങ്ങൾ കാണാതിരിക്കാനാ കഥകടച്ചത്. വീട്ടിൽ നിന്ന് നിങ്ങൾ 100 മൈൽ അകലെ ടിക്കറ്റ് മുടക്കി വന്നത് വീടും അച്ഛനും ഒക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ല? അച്ഛനിനി വേണ്ട. കാരണം എവിടേക്കാ പോയിരിക്കുന്നത്? സ്വാമിയുടെ കൂടെ വണ്ടിയും പിടിച്ച് വീട് വിട്ടു, അച്ഛനെ വിട്ടു, അമ്മയെ വിട്ടു, ഭാര്യയെ വിട്ടു, ഭർത്താവിനെ വിട്ടു, ധ്യാനത്തിന് പോവുകയാണ്. സ്വാമിയും കൂടെ ഉണ്ട്. ധ്യാനത്തിന് പോകുന്നത് എങ്ങോട്ടാ? ഹിമാലയത്തിന്റെ ഉച്ചിയിലേക്ക്. അവിടെ ആകുമ്പോൾ പിന്നെ ഇതൊന്നും വരാനില്ല. അവിടെ കയറി ഒരു കമ്പിളിയും പുകച്ചു. കാരണം വെച്ചാൽ ശരീരത്തിന്റെ തണുപ്പും അറിയാതിരിക്കാൻ, പുറത്തുനിന്ന് വരുന്നതൊന്നും അറിയണ്ട, ഒരു രീതിബാധയും വേണ്ട. അതിനകത്തൊരു ചെറിയ കൂടുണ്ടാക്കി, അതിനകത്ത് കയറ്റിയിരുത്തി, കതകും പൂട്ടി. എന്നിട്ട് അപ്പുറത്തേക്ക് മാറി ഞാനും ഇരുന്നു അതുപോലെ എണ്ണത്തിനകത്ത്. അതുപോലെ എൻ്റെ കൂടെയുള്ള വേറുള്ളവനിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ് കഥകെല്ലാം അടച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞ് കണ്ണടച്ച് കഴിഞ്ഞപ്പം ഇതാ അമ്മ പിന്നെയും വന്നു കഴിഞ്ഞു. ശരിയല്ല? അമ്മ പിന്നെയും ശക്തമായി വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ അമ്മ ഞാനുണ്ടാക്കിയ അമ്മയായതുകൊണ്ട് മറ്റേ അമ്മയേക്കാൾ തീഷ്ണമാണ്. മനസ്സിലായില്ല? എന്റെ സ്വന്തം അമ്മയാണ്. മറ്റത് എന്റെ സ്വന്തം അമ്മയല്ല, എനിക്ക് വെളിയിലുള്ള അമ്മയാ. നീ എവിടെയേ പോയി രക്ഷപ്പെടുക? കാശ് പോയി കിട്ടും, കാശ് പോയി കിട്ടും, അത് സംശയമൊന്നും വേണ്ട. അമ്മയൊന്നും പോയി കിട്ടില്ല. അമ്മയും പോവില്ല, അച്ഛനും പോവില്ല, അമ്മാവനും പോലെ. കൃഷ്ണനെ കൊണ്ട് കളിപ്പിക്കണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. ഇത് പച്ചയ്ക്ക് വാക്കിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇടയിലും വായിക്കണ്ട, വഴിയിലും വായിക്കണ്ട, ഇത് മാറ്റി വ്യാഖ്യാനിക്കുകയും വേണ്ട, ഇതിന് പദങ്ങൾ മാറ്റുകയും വേണ്ട, മറിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഡയറക്റ്റ്. ഭഗവത്ഗീതയ്ക്ക് വളരെ പച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ 1-ാം ഭാഗത്ത് ഇത് വളരെ ക്ലിയറാണ്. കാരണം ഒരു ക്ഷണനേരം പോലും പറ്റുകയില്ല. ശരീരമുണ്ടോ കയറി. ഒന്നും പറ്റിയില്ലെങ്കിൽ വൃത്തികളിൽ ജ്ഞാനാകാര വൃത്തിയെങ്കിലും കയറി വരും. അതും കർമ്മമാണ്. അതില്ലാതിരിക്കില്ല. എങ്ങനെയാണത് കയറി വരുന്നത്? അത് 2-ാം ഭാഗമാണ്. സർവ എല്ലാവരും അസ്വതന്ത്രരായിട്ട് കർമ്മത്തെ ചെയ്യുന്നു. അത് 2-ാം ഭാഗമാണ്. ആരാണ് അസ്വതന്ത്രരായിട്ട്? പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതിജ ഗുണങ്ങളാൽ. ആരാണ് ഈ പ്രകൃതിജ ഗുണങ്ങൾ? സത്വം, രജസ്, തമസ്. സത്വം, രജസ്, തമസ്. കഫം, പിത്തം, വാദം. ബീജമുണ്ട്, കർമ്മബീജങ്ങളെല്ലാം ഉണ്ട്. ഉണ്ടോ? ഉണർന്നു വരുമ്പോഴേക്ക് കർമ്മം വരുന്നത് അവിടെ ബീജമായി കിടക്കുകയാണ്.
നമുക്ക് അജ്ഞേയങ്ങളായ ബീജങ്ങളായി സുഷുപ്തിയിൽ കിടക്കുകയാണ്. ഈ കർമ്മം എല്ലാം ഉണ്ടാക്കാനുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു സുഷുപ്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറന്നു പോകണ്ടേ? ഇത് തുടർച്ച ജാഗ്രതയിൽ ചെയ്തു വെച്ചതിന്റെ തുടർച്ച ജാഗ്രതയിൽ തന്നെയും സ്വപ്നത്തിൽ ചെയ്തതിന്റെ തുടർച്ചയെന്ന് പറയാൻ വയ്യാത്ത വിധത്തിൽ സ്വപ്നങ്ങളുടെ തുടർച്ചയും നിരന്തരമായി നടക്കുകയാണ്. ബീജം അവിടെ ഇല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, ബീജം അവിടെ ഇല്ലെങ്കിൽ ജാഗ്രത ഉണ്ടാവില്ല. ഒരുറക്കം മതി. ഗാഠമായ സുഷുപ്തിയിൽ സ്വപ്നത്തിന്റെ ബീജങ്ങളുണ്ട്, ഗാഠമായ സുഷുപ്തിയിൽ ജാഗ്രത്തിന്റെ ബീജങ്ങളുണ്ട്. ജാഗ്രത്തിന്റെ ബീജങ്ങൾ അവിടെ കിടപ്പില്ലെങ്കിൽ തുടർച്ച ഉണ്ടാവില്ലല്ലോ. ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടല്ലോ, കാരണം പ്രാണൻ കയറി ഇറങ്ങുന്നില്ലേ? ഇല്ലെങ്കിൽ സുഷുപ്തിയോടെ തീരണ്ടേ? പ്രാണൻ കയറി ഇറങ്ങുന്നില്ലേ? പ്രാണൻ കയറി ഇറങ്ങുന്നുണ്ട്. പ്രാണൻ കയറി ഇറങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കോശാന്തര വ്യാപാരങ്ങളെല്ലാം നടക്കുന്നില്ലേ? ഇല്ലേ? ഇറങ്ങിക്കിടക്കുക, ഈത്ത വലിക്കുന്നില്ലേ? നമ്മൾ ചെയ്യുന്നു ഇവിടെയും പറഞ്ഞില്ലല്ലോ, അവശനായിട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞുള്ളൂ. പ്രകൃതിജ ഗുണങ്ങളാൽ അവശനായിട്ട് ചെയ്യുന്നു എന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ ചെയ്യുന്നു എന്ന് അറിയുന്ന കർമ്മം ആകെപ്പാടെ ജാഗ്രതയിലുള്ള ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യയുള്ളൂ. നമ്മൾ കണ്ണു അടച്ചിരുന്ന് കഴിഞ്ഞാൽ അകത്ത് സ്വപ്നത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമ്മളല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ കയറുക എന്തിനാ? ധ്യാനിക്കാൻ. ചെയ്യുന്നത് എന്തോ? സ്വപ്നം കാണുക. ധ്യാനിക്കാനായി കയറി കണ്ണടച്ചത് ശരിയല്ല. നല്ല ഭംഗിയായിട്ട് കണ്ണടച്ച ഒറ്റ ഇരിപ്പാണ്. ജനം നോക്കിയാൽ ഇയാൾ ധ്യാനത്തിന്റെ ഉച്ചിയിലാണ്. പക്ഷേ ഇവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ? അതായത് അയൽവക്കംകാരൻ എന്നെ കാണാൻ വരുന്ന സമയത്ത് എന്റെ ആശ്രമത്തിന്റെ തൊട്ടതിർത്തിയിലുള്ളവൻ വരുമ്പോൾ അവൻ എന്ത് വിലയ്ക്കായിരിക്കും അവനത് വിൽക്കാൻ തീരുമാനിക്കുക, എങ്ങനെയായിരിക്കും അത് പിടിച്ചെടുക്കുക, എൻ്റെ ഒരു ഭക്തൻ അവന്റെ ബന്ധുവുണ്ട് എന്ന് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു കാര്യം പറയാൻ എൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവനാണെങ്കിൽ സ്വാമി ധ്യാനത്തിലാണ്, കണ്ണു തുറന്നു കഴിഞ്ഞാൽ സ്വാമിജി ഒന്ന് നമസ്കരിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കണ്ണു തുറന്നിട്ട് വത്സ, നിന്റെ സ്ഥലത്ത് ഒരു ദേവതാ സങ്കല്പത്തെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ആ ധ്യാനവും ഇരിപ്പും പ്രതീക്ഷിച്ചിട്ടാണ് അവൻ വിശ്വസിക്കുന്നത്. പിറ്റേ ദിവസം പോലെ അവൻ അസ്വസ്ഥയാവും. ഭാര്യയോട് എന്ന് പറഞ്ഞു, സ്വാമി ധ്യാനത്തിൽ നമ്മുടെ അവിടെ ഒരു ദേവതയുണ്ട്, ഒരു ഗണപതിയുടെ ഭാവമാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ സെക്രട്ടറിയെ പറഞ്ഞു വിട്ടു, അവിടെ ഒരു ഗണപതി ഇരിപ്പുണ്ടെന്ന് അവൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ വിൽക്കും. നമ്മുടെ യൂറോപ്പിൽ നിന്ന് വന്ന ഭക്തനെ കൊണ്ട് തൽക്കാലം അത് വാങ്ങിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് എഴുതിയാൽ മതി. അവന്റെ ദൃഷ്ടിയിലും ഞാൻ ധ്യാനാത്മകതയിൽ. എൻ്റെ അകത്ത് ഈ ഗണപതിയിലൂടെ അവന്റെ സ്ഥലം അതിർത്തി കെട്ടി എൻ്റെ ആശ്രമത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ. ഞാൻ എന്താ കാര്യ പറഞ്ഞേ? ഇറ്റ്സ് ടു സിമ്പിൾ. ഇവിടെ സ്വപ്നത്തിൽ ഈ കർമ്മമെല്ലാം നടക്കുന്നത് ആര് തിരിച്ചറിയും? നിങ്ങളറിയോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരാളെ വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു, ഇപ്പൊ കാണാൻ പറ്റില്ല, ധ്യാനത്തിലാണ്. ഇതിങ്ങനെ എത്ര നേരം ഇരിക്കും? എത്ര നേരം വേണമെങ്കിൽ, ദിവസങ്ങളോളം. ഇത് വെളിയിലിരിക്കുക. ഈ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ തരംഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശരിയല്ല? സംശയോടെ രവിയോട് ചോദിച്ചാൽ ഈ തരംഗങ്ങൾ കൊണ്ടാണ് ഈ ലോകത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വരെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. പക്ഷെ കൃഷ്ണൻ അതിനെയൊക്കെ പച്ചയ്ക്ക് നിഷേധിക്കുകയാണ്. സകല ജീവനും ഇവിടെ സ്വതന്ത്രനാണ് പ്രകൃതിജ ഗുണങ്ങളാൽ, സത്വം, രജസ്, തമസ് ഇവയാൽ. ഇപ്പൊ ഗുണങ്ങളുടെ വികൃതിയാണ് ഈ ലൗകിക പ്രപഞ്ചം, ജീവന്റെ അല്ല. ജീവൻ ഇവിടെ ചെയ്തതൊന്നും തമോ ഗുണികളുടേതായ താമസ ലോകവും രജോ ഗുണികളുടേതായ രജോലോകവും സത്വഗുണികളുടേതായ സത്വലോകവും, മൂന്ന് ലോകങ്ങളും ഇവിടെ സൃഷ്ടിച്ച്
ഗുണങ്ങളാണ് നിങ്ങളെ കൊണ്ട് അവശ്യമായി കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ഈ പ്രപഞ്ച നിർദ്ധാരണം ജീവനല്ല ചെയ്യുന്നത്, ഗുണങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ തപസ്സും നിങ്ങൾ കാണുന്ന ഈ ലോകത്തിലെ ദ്രവ്യ സഞ്ചയങ്ങളും വീടും കുടുംബവും കൂട്ടായ്മയും എല്ലാം ഈ ഗുണമാശി. ഒരു മരം വെച്ച് പിടിപ്പിക്കാം എന്ന് തോന്നുന്നതും വയ്ക്കുന്നതും വെള്ളമൊഴിക്കുന്നതും, ആ മരം വെട്ടാം എന്ന് തീരുമാനിക്കുന്നതും അത് അറുക്കുന്നതും, ഒരു വീട് വെക്കുവാൻ സ്ഥലം ഒരുക്കുന്നതും ആ വീട് വെക്കുന്നതും വെക്കാതിരിക്കുന്നതും ഈ പിന്നിലെ ഗുണങ്ങളാണ്. ഗുണങ്ങളാൽ അവശനായിട്ടാണ് എല്ലാവരും എല്ലാ അറിവും പ്രയോഗിക്കുന്നത്. ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതൊരു നിയമമായിട്ട് പറയല്ല. കൃഷ്ണൻ എന്തെല്ലാം പറയുന്നു അത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കാലാതിവർത്തിയാണ്. ലോകത്ത് കാണുന്നതിനെ വർണ്ണിക്കുകയാണ്, അല്ല ഒരു സിദ്ധാന്തം എഴുതിയുണ്ടാക്കുകയല്ല. അത് കുറെ പേരെ കൊണ്ട് പഠിപ്പിച്ചത് പ്രായോഗികമാക്കുകയല്ല. വ്യാസന്റെ പ്രത്യേകത ഏതാണ്? വ്യാസൻ നടത്തിയതെല്ലാം പ്രസ്താവങ്ങളാണ്. ആ പ്രസ്താവങ്ങൾ കാലാതിവർത്തികളാവുന്നു. ഇവിടെ രണ്ട് പ്രസ്താവങ്ങളാണ്. ഒന്ന്, ക്ഷണനേരം പോലും ഒരാളും ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. രണ്ട്, കർമ്മം പ്രകൃതിയുടേതാണ്, അവശനാണ് കർമ്മം ചെയ്യുന്നവൻ. എന്നു പറഞ്ഞാൽ അർജുന, നിനക്ക് വേണമെന്നോ വേണ്ടെന്നോ തീരുമാനിക്കാൻ ത്രാണിയില്ല. നിനക്ക് ഗുണങ്ങളെ ഉപാസിച്ചു മാറ്റാം. കർമ്മരംഗത്തല്ല നീ ശ്രദ്ധ വെക്കേണ്ടത്, നിന്നിലെ ഗുണങ്ങളിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. ക്ലിയർ ആയോ എന്നറിയില്ല. കർമ്മം തിരുത്താനാണ് നിങ്ങൾ ഓടുന്നത്, ഞാനും ഓടുന്നത്. കർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ വിമർശിക്കുന്നത്. കർമ്മങ്ങളാണ് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളിൽ പെടുന്നത്. കർമ്മം അവശതയുടേതാണ്, ശരിയല്ല. ഗുണങ്ങൾ സ്വതന്ത്രങ്ങളാണ്. ഇത് വളരെ ക്ലിയറായി പഠിപ്പിക്കുന്നതാണ്. ഇതിനൊരുപാട് വളച്ചുകെട്ടും പ്രയോഗം ഒന്നും വേണ്ട. നേരെ കർമ്മം ഗുണങ്ങളാലാണ് എങ്കിൽ ഗുണം സ്വതന്ത്രമാണ്, കർമ്മം അസ്വതന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ ഗുണമാണ് കർമ്മത്തെ തീരുമാനിക്കുന്നത്. രജോ ഗുണം തീരുമാനിക്കുന്നു ഇന്നത് ചെയ്യാവുന്നു, സത്വഗുണം തീരുമാനിക്കുന്നു ഇന്നത് ചെയ്യാവുന്നു, തമോ ഗുണം തീരുമാനിക്കുന്നു ഇന്ന പോലാണെന്ന്. അപ്പൊ ഗുണത്തിൽ മാറ്റം വരുത്തുവാൻ ശ്രമിച്ചു നോക്കുക. ജീവന് ഗുണങ്ങളെ ഉപാസിക്കാം, കർമ്മത്തെ ഉപാസിക്കാനാവില്ല. കർമ്മത്തെ എത്ര ഉപാസിച്ചാലും ഗുണം എങ്ങനെയോ അങ്ങനെയാണ് കർമ്മം. ഗുണങ്ങൾ എങ്ങനെ ഇരിക്കും? അപ്പോൾ ജീവനിലേക്കെത്തി പ്രാണഭാഗം, ഇന്ദ്രിയഭാഗം, മനസ്സിന്റെ ഭാഗം ഇവയെല്ലാം നോക്കണം.
കർമ്മത്തിന്റെ കൈങ്കര്യങ്ങളിൽ ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഗുണമാണെന്നർത്ഥമായി. കർമ്മത്തെ നിയന്ത്രിക്കുന്നത് ഗുണങ്ങളാണെങ്കിൽ കർമ്മകാരകങ്ങളായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഗുണമാണ്. മനസ്സിലായില്ല? കർമ്മകാരകങ്ങളായ പ്രാണഭാവങ്ങളെ നിയന്ത്രിക്കുന്നത്, പ്രാണാപാന വ്യാന സമാനാദികളെ നിയന്ത്രിക്കുന്നത് ഗുണമാണ്. ഗുണത്താൽ അവശനായിട്ടാണെങ്കിൽ ഈ ലോകത്തിലെ രാഗദ്വേഷങ്ങൾക്കോ, ഈ ലോകത്തിലെ ജയ അപജയങ്ങൾക്കോ, ഈ ലോകത്തിലെ ധർമ്മ അധർമ്മങ്ങൾക്കോ, സത്യ അസത്യങ്ങൾക്കോ, ഋത അനൃതങ്ങൾക്കോ, ആചാര അനാചാരങ്ങൾക്കോ സത്യത്തിൽ ജീവൻ എങ്ങനെ പങ്കാളിയാവും? എങ്ങനെ ഒരാളിന്റെ കർമ്മത്തെ അവലംബിച്ച് അയാളെ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യും? നല്ലത് ചെയ്യുന്ന ഒരുവൻ അവശനായിട്ടാണ് നല്ലത് ചെയ്തതെങ്കിൽ സ്തുതി അവന് ചെല്ലുന്നത് എങ്ങനെയാണ്? തിന്മ ചെയ്യുന്ന ഒരാൾ അവശനായിട്ടാണ് ഒരു തിന്മയെ ചെയ്യുന്നതെങ്കിൽ എപ്രകാരം ആ തിന്മ ചെയ്യുന്ന വ്യക്തി കുറ്റക്കാരനാവും? മനസ്സിലായില്ല? നീതിശാസ്ത്രങ്ങൾക്ക് മുമ്പിൽ ഇന്ദ്രിയപരങ്ങളായ തെളിവുകൾ കൊണ്ടുവന്ന് ഏതോ നടന്ന തിന്മയെ ആധാരമാക്കി തിന്മ ചെയ്യാത്ത ഒരുവനെ ശിക്ഷിക്കുമ്പോൾ തിന്മ ചെയ്യുക എന്ന അവശതയും ശിക്ഷിക്കുക എന്ന അവശതയും തുല്യമല്ലേ? സാർവലൗകിക നീതിശാസ്ത്രങ്ങളെ അവലംബിച്ച് ബുദ്ധിമാനും സത്യസന്ധനും നീതിനിഷ്ഠനുമെന്ന് ലോകം പറയുന്ന ഒരു നീതിജ്ഞൻ സാഹചര്യപരങ്ങളായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുവനെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കുമ്പോൾ ആ വിധിക്ക് കാരണമായ കർമ്മത്തെ അവശനായി വേറൊരുവൻ ചെയ്തിട്ട് അവൻ പുറത്തുകൂടെ നടക്കുകയും ഈ നിരപരാധിയെ തൂക്കുവാൻ വിധിക്കുകയും ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തവൻ അവശനായി ചെയ്ത അത് തന്നെയല്ലേ ഈ നീതിന്യായാധിപനും ചെയ്യുന്നത്? രണ്ടിനെയും ഒരുമിച്ച് വ്യാഖ്യാനിക്കാവുന്ന ഒരു തത്വചിന്ത കൃഷ്ണന്റെ ഈ പ്രസ്താവത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ നീതിന്യായ വ്യവസ്ഥകൾക്കൊന്നും ഇങ്ങനൊരു പ്രസ്താവത്തെ സാർവലൗകികമാക്കുന്ന വലിപ്പമില്ല. മാറ്റാവുന്നതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഗുണത്തിൽ അവശനായിട്ടാണ് കർമ്മം, അത്രയും സമ്മതമായി. ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ പറയാം. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഈ സത്യം പഠിച്ചവൻ ആരെയും സ്തുതിക്കുന്നില്ല, ആരെയും നിന്ദിക്കുന്നില്ല. ഈ ബോധം വന്നാൽ പിന്നെ ആരെയാ നിന്ദിക്കുക? ഇപ്പൊ ഈ കേട്ട സാധനം ഓർമ്മ വരിക, വീട്ടിലോട്ട് ചെന്നൊരു കുഞ്ഞൊരു കുഴപ്പം കാണിച്ചു, അവനവന്റെ ഗുണം കൊണ്ട് കാണിച്ചതാണ്. യെസ്, ഓക്കെ. അവനെ പിടിച്ചവന്റെ തള്ള തല്ലി, അതിനെ എങ്ങനെയാ നിന്ദിക്കുന്നത്? അവളും ഗുണം കൊണ്ട് കാണിച്ചതാണ്. മനസ്സിലായില്ല? കുഞ്ഞിനെ തല്ലുന്നത് കണ്ട് തന്ത അവക്കിട്ട് 2 തൊഴി കൊടുത്തു, അയാളും ഗുണം കൊണ്ട് കാണിച്ചാണ്. എന്ത് ചെയ്യും? മനസ്സിലായില്ല? അവിടെയാണ് ഈ സഹിഷ്ണുത എന്ന് പറയുന്ന സാധനത്തിന്റെ ഉയർച്ച. സത്യം ദർശിച്ചവന് ഇതെല്ലാം തുല്യമാണ്. നിന്റെ ഗുണവധികാരം കൊണ്ട് തന്നെയാണ് നീ ചെയ്തു കൂട്ടുന്നത്. പഴയ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിന്നിലെ ഗുണം ഇങ്ങനെയാണ്, നീ ഇത്രയേ ചെയ്യുള്ളൂ, ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച എന്റെ തെറ്റാണ്.
മനസ്സിലായില്ല? എന്റെ തെറ്റ്. ചിലരങ്ങനെയാണ്, ചില കാരണവന്മാരെ കാണാം, അവരിങ്ങനെ നാലിടി ഇടിക്കും, ഇടിച്ചിട്ട് പറയും എന്റെ തെറ്റായി പോയി, നിന്നെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത്. കാരണം നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കൂടുതൽ നീ എങ്ങനെ ചെയ്യുക, ഇത് കുറച്ച് നീ എങ്ങനെയാ ചെയ്യുക? കാരണം നീയല്ലേ, ഞാനല്ലല്ലോ. ഞാൻ നല്ലത് ഇന്നതാണെന്ന് പറഞ്ഞില്ല, മൗനമാണ് നല്ലതെന്ന് പറഞ്ഞാൽ മൗനം ഇരിക്കാൻ പറ്റണ്ടേ? സ്ഥൂലതയിൽ മിണ്ടാണ്ട് നിൽക്കാൻ എങ്ങനെ പറ്റും? കാരണം വെച്ചാൽ ഗുണം കയറി വരും, ഗുണം കയറി വന്നാൽ മിണ്ടാണ്ടിരിക്കില്ല. അപ്പോ സ്തുതിയും നിന്ദയും ഇല്ലാതിരിക്കുന്നു എന്ന് ന അഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇതുകൊണ്ടാണ് സകല കർമ്മങ്ങളിലെ നിയമം ഇതാണ്. വിവരമുള്ളവൻ അതങ്ങനെയാണെന്ന് എടുക്കും. മാങ്ങയ്ക്ക് പുളിയുണ്ടാകുന്നത് അതിന്റെ ഗുണം കൊണ്ടാണ്. മനസ്സിലായില്ല? ചക്ക പറിച്ചു നിന്നിട്ട് മാങ്ങയുടെ പുളിയില്ല എന്ന് പറഞ്ഞ് ഒരുത്തൻ വിഷമിക്കുന്നുവെങ്കിൽ മനസ്സിലായി, ഈ ചക്ക എന്താ പുളിയില്ലല്ലോ, ശരിയല്ല. സാമ്പാർ വെക്കാനായിട്ട് പുളി പിഴിഞ്ഞൊഴിക്കാൻ നേരത്ത് ചക്കയാകിട്ടിത്, ഇത് പിഴിഞ്ഞിട്ടെങ്ങും പുളി വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ജന്മഗുണത്തിൽ പുളിയില്ല. മനസ്സിലായില്ല? ജന്മഗുണം അല്ലാതെ എന്ത് പറയാനാ? ബോധം വരുന്നിടത്തെല്ലാം നിർവികാരതയാണ്. വികാരം ആണ് പരിണാമം, വികാരമാണ് ദുഃഖം, വികാരമാണ് സുഖം, നിർവികാരതയാണ് ആനന്ദം. കാരണം ബുദ്ധി പ്രവർത്തിക്കുന്നത്, സ്വതന്ത്രമാകുന്നത് നിർവികാരതയിലാണ്. പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു ആളിന് സൈക്കിൾ ഇടിച്ചു, ഡോക്ടറുടെ ജാതിയിൽപ്പെട്ടവനെ സൈക്കിൾ ഇടിച്ചത് എന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞാൽ നിർവികാരത പോകും, വികാരം വരും. ഡോക്ടറുടെ പരിചയക്കാരന്റെ മകളെയാ സൈക്കിൾ ഇടിച്ചതെന്ന് വന്നാൽ വികാരം വരും. മനസ്സിലായില്ല? ഒരു പരിചയമില്ലാത്ത രണ്ടുപേരാണ്, ഡോക്ടറോടെ ചെന്നു, ശുശ്രൂഷിക്കാവുന്ന ആളിനെ ശുശ്രൂഷിച്ചു വിട്ടു. നിർവികാരതയിൽ ബുദ്ധി ക്ലിയറാണ്. ശരിയല്ല? നിർവികാരതയിൽ മാത്രമേ റിസൾട്ടുള്ളൂ. ഡോക്ടർ ഒരു പേഷ്യന്റിനെ നോക്കുന്നു, ആ പേഷ്യന്റുമായിട്ട് വികാരപരമായൊരു അടുപ്പം വന്നാൽ ഡോക്ടർ മനസ്സിലായിരിക്കും രക്ഷപ്പെടണമെന്ന്. അപ്പോൾ ഡോക്ടർക്ക് ഉത്കണ്ഠയുണ്ടാവും. അപ്പോൾ എടുക്കുന്ന മരുന്നെല്ലാം താളക്രമം തെറ്റും. മനസ്സിലായില്ല? ഡോക്ടർ ആലോചിച്ച് നമ്പൂരി കൊമ്പിനകത്ത് കയറിയ പോലെ എടുത്തു കൊടുത്ത് അവനെ കൊല്ലും. ശരിയല്ല? മമത വരുമ്പം വളരെ ആലോചിക്കും. ആദ്യം ഒരു മരുന്ന് എടുക്കും, ഇതിനേക്കാൾ നല്ലത് മറ്റതാണെന്ന് തീരുമാനിക്കും, ഇതങ്ങ് മാറ്റി വയ്ക്കും, എന്നിട്ട് അത് കൊടുക്കും. മനസ്സിലായില്ല? അതെടുക്കുമ്പോഴാണ് തീരുമാനിക്കുക ഇതും അതും കൂടെ കൊടുത്താലോ എന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ല? കാരണം വേഗം മാറണമല്ലോ. വികാരപരതയിൽ കൊടുക്കുമ്പോൾ അവനും ഡോക്ടറുമായിട്ടുള്ളൊരു വികാരപരതയിൽ വന്ന് കാണും. അപ്പോഴവനും ഡോക്ടർ പറയുന്ന ഒന്നും കേൾക്കുകയില്ല. കാരണം ഡോക്ടറുമായിട്ട് മമതയായി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ ഭയമൊന്നുമില്ല. മനസ്സിലായി? ഇന്നത് കഴിക്കരുതെന്ന് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ആ ചിരിയുടെ അർത്ഥം സ്വല്പമൊക്കെ കഴിക്കാവുന്നതാണെന്ന്. മനസ്സിലായില്ല? അപ്പൊ അവൻ കുറച്ച് കഴിക്കും. കഴിച്ചെന്ന് കാരണം തല ഇങ്ങനെ ആട്ടുകയും എന്ന് പറയുകയും ചെയ്യും. തലയാട്ടിത് കഴിച്ചു എന്ന് പറഞ്ഞത് ഡോക്ടർക്ക് തൃപ്തിപ്പെടുത്താനില്ലെന്ന് പറഞ്ഞതുമാണ്. മനസ്സിലായില്ല? ഡോക്ടറും സന്തുഷ്ടൻ, അവനും സന്തുഷ്ടൻ, പക്ഷെ മൃത്യു ഷുവർ. ഇതാണ് ലോകത്തിന്റെ പോക്ക്. മനസ്സിലായില്ല? ഉദാഹരണങ്ങളൊക്കെ അപര്യാപ്തമാണെന്ന് തോന്നുന്നു, അല്ലേ? ഉദാഹരണങ്ങൾ ശരിയാകുന്നില്ലെന്ന് തോന്നുന്നു. അത് ലോകത്തെന്നും ഇങ്ങനെയാണ്. അപ്പൊ കർമ്മം മുഴുവൻ അവശതയിലാണ്, അത് ഗുണങ്ങളാലാണ്. അപ്പൊ രണ്ടാം ഭാഗത്തിൽ വളരെ ക്ലിയറായി പറഞ്ഞു, ഗുണം കൊണ്ട് അവശനാണ്. 17-ാം അധ്യായം എടുക്കുക. അതിന്റെ ഹെഡിങ് നോക്കിയേ.
ശ്രദ്ധാത്രയ വിഭാഗയോ. അവിടെ ശ്രദ്ധയെ പറയുമ്പോൾ സാത്വികി, താമസി, രാജസി എന്ന് തിരിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടാവും. സ്വഭാവജമായി സ്വഭാവേന സാത്വികി, രാജസി, താമസി എന്ന് ശ്രദ്ധ 3. ഇനി 16 ഒന്നെടുക്കുക. അധ്യായം 16. അതിനെന്താ പേര് പറഞ്ഞിരിക്കുന്നത്? ദേവാസുര സമ്പത്ത് വിഭാഗയോഗം. അത് ദൈവീ സമ്പത്തിയും ആസുരീ സമ്പത്തിയുമായി. ഇനി 17, 18 ഒന്നെടുക്കുക. അല്ല, 14 എടുക്കുക. സോറി, ഗുണത്രയ വിഭാഗയോഗം. അവിടെയാണ് ഈ സ്വഭാവം പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകം പഠിക്കുമ്പോൾ 4 ഗീതാ പുസ്തകം എടുത്തു വെക്കണം. ഈ ശ്ലോകം മുമ്പിൽ വെക്കണം. എന്നിട്ട് 14-ാം അധ്യായത്തിലെ സ്വഭാവം എടുക്കണം. ഗുണത്രയം. 17 എടുക്കണം. ശ്രദ്ധാത്രയം. 16 എടുക്കണം. ദേവാസുര സമ്പത്ത് വിഭാഗയോഗം. എന്നിട്ട് ഈ ശ്ലോകത്തിലൂടെ പോയാൽ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് അവിടെ നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അല്ലാതെ വല്ലവരുമൊക്കെ എഴുതി വെച്ച വ്യാഖ്യാനം എല്ലാം പഠിക്കരുത്. അത് ഈ പുസ്തകത്തിലുള്ളതൊന്നും ആയിരിക്കില്ല. അത് വേറെ സ്ഥലത്തുനിന്ന് വന്നതായിരിക്കും. അതെല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് മറ്റത് മറന്നുപോകും. ഇതാണ് എല്ലാവർക്കും പറ്റുന്നത്. ലോകത്തുള്ള എല്ലാം കൂടി അരിച്ചു പെറുക്കി അങ്ങ് പഠിക്കാൻ പോകും. കൃഷ്ണൻ പറഞ്ഞതുമായിട്ടൊന്നും ഇതിന് പുലബന്ധം ഉണ്ടാവില്ല. വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ടാവും, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഇതിനകത്തെ പദങ്ങളിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വായിക്കും. അവസാനം ഏതൊക്കെയോ അറിവ് നമ്മളിൽ ഉണ്ടാവും. അതൊക്കെ വാരി വിളമ്പിക്കഴിഞ്ഞാൽ ലോകം നമ്മളെ പണ്ഡിതനെന്ന് പറയും. പക്ഷെ ഇതിനകത്തെ സമഗ്രമായ അറിവ് നമുക്കുണ്ടാവില്ല, നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ഒരു പ്രസംഗത്തിനുള്ള സാധനമൊക്കെ ശരിപ്പെടുത്താൻ പറ്റും. അനുഭവത്തിനുള്ള സാധനമൊന്നും കാണുകയില്ല. മനസ്സിലായില്ല? നാളെ പോയി PhD കാർക്ക് ക്ലാസ് എടുക്കാം. ഉഗ്രം ക്ലാസ് ആണെന്ന് പറയും. കാരണം വെച്ചാൽ 310 കൊട്ടേഷൻസ് ആണ് കറക്റ്റായിട്ട് അടിച്ചിരിക്കുന്നത്. അതിനകത്ത് ആരെല്ലാം വന്നിരിക്കുന്നത്? പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. മനസ്സിലായില്ല? സകല ആളുകളെ നിരത്തി വെച്ച് കീച്ചിട്ടുണ്ട്. പക്ഷെ കൃഷ്ണൻ പറഞ്ഞ സാധനം മാത്രം ഉണ്ടാവില്ല. അതെല്ലാം പഠിച്ച് പിള്ളേർ ഗീത അറിയാമെന്ന് പറഞ്ഞ് ലോകത്തോട് നടക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഞാനൊക്കെ എടുക്കുന്നത് അങ്ങനെയാണ്. പണി ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുക. കാരണം ജനങ്ങൾക്ക് ഒറിജിനൽ കിട്ടാനുള്ള വഴി എനിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ മനസ്സിലാകേണ്ട വഴി ഇതാണ്. കാരണം ഇതിനകത്ത് സ്വഭാവത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സ്വഭാവം പറഞ്ഞിരിക്കുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതിനെ വിശദമാക്കി കൊണ്ടുവന്ന് കർമ്മയോഗത്തെ അനുഷ്ഠാന രൂപകമായി പറഞ്ഞ് ജ്ഞാനയോഗത്തെ പറഞ്ഞ് അങ്ങനെ ഓരോ യോഗത്തെയും പറഞ്ഞു വന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ സ്വഭാവങ്ങളെ നിരൂപിക്കുന്നത് 14-ലാണ്. അവിടെ ആഹാരകാര്യങ്ങളെയും പറയുന്നുണ്ട്. ഏതൊക്കെയാ? സത്വ ആഹാരം ഏതാണ്? മധുര, സ്നിഗ്ധ, കണ്ടില്ല? കട്ടു, അമ്മള, ലവണ, തീഷ്ണ, അത്യുഷ്ണ, വിദാഹിന. കണ്ടില്ല? തപ്പി നോക്കിയേ. 8, 9, 10 എടുത്തു. 14 തന്നെയല്ലേ? 17 ശ്രദ്ധാത്രയത്തില്. കണ്ടോ ഏതൊക്കെയാ? ఆయు సత్వబలారోగ్య వివర్ధన సుఖప్రీతి వివర్ధన
സ്നിഗ്ധ സ്ഥിരാഹൃദ്യ ആഹാര സാത്വിക പ്രിയ. ആയു സത്വ ബല ആരോഗ്യ. ആയുസ്, സത്വം, ബലം, ആരോഗ്യം, സുഖം ഇവയെ പ്രദാനം ചെയ്യുന്ന സാത്വികമായ ആഹാരം സ്നിഗ്ധങ്ങളും മധുരങ്ങളും ഹൃദ്യങ്ങളും ആണ് സാത്വികം. അപ്പോ ഗുണമുണ്ടാക്കാൻ ശബ്ദ സ്പർശ രൂപരസഗന്ധാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ ആഹാരത്തെയും കഴിക്കുന്ന ചക്കയും മാങ്ങയും കപ്പയും അടങ്ങുന്ന ആഹാരത്തെയും ശ്രദ്ധിച്ചാൽ ഗുണങ്ങളിൽ പരിണാമമുണ്ടാക്കാം. ശ്രദ്ധ ശരിക്കായാൽ ഗുണം മാറ്റാം. നമ്പർ 1 മനസ്സിലായില്ല? കാരണം അത് സ്ഥൂലമാണ്. ഇപ്പൊ ചെല്ലുന്ന ആഹാരം പചിച്ചാണ് പ്രാണൻ രൂപാന്തരപ്പെടുന്നത്. ഈ ആഹാരം പചിച്ചാണ് ഇന്ദ്രിയങ്ങൾ രൂപാന്തരപ്പെടുന്നത്. ഈ ആഹാരത്തിലെ തന്മാത്രകളിൽ നിന്നാണ് ഇവയൊക്കെ ഉണ്ടാകുന്നത്. ചായ കഴിച്ചിട്ടാകുന്നത് കഴിച്ചിട്ടായിക്കോട്ടെ. ശരി.